എന്നിൽ അർപ്പിതമായിട്ടുള്ള ഈ സെഷൻ അല്പനേരത്തെ നിങ്ങളോടുള്ള സംവേദനം സത്യത്തിൽ പാരൻറ്റിങ്ങിനെ കുറിച്ചാണ്. ആരായിരിക്കണം ഒരു രക്ഷിതാവ് എന്നതാണ്. ആമുഖമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ഇത്രമാത്രം സൗണ്ട് വേണ്ട, കുറച്ച് കുറക്കാം. കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് കൂടും, അതുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ആമുഖമായിട്ട് പറയാനുള്ളത്, ഇന്ന് ആകുലതകളാണ് നമ്മൾ കൂടുതലും പറയാറുള്ളത്. പരിഹാരങ്ങളാണ് നമ്മൾ കാണേണ്ടത്. പ്രശ്നങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കെടുതികളെക്കുറിച്ചും പറയൽ കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷേ അതിന് പരിഹാരങ്ങളാണ് നമ്മൾ കാണേണ്ടതും നമ്മൾ പ്രവർത്തിക്കേണ്ടതും. പ്രശ്നങ്ങൾ ഇനിയും ഇതിലേറെ കൂടിയേ വരും. എങ്ങും എത്താത്ത രീതിയിൽ ഒരു പക്ഷേ നമ്മുടെ നാടും എല്ലാ നാടുകളും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഓരോ കാലഘട്ടത്തിലും അതിൻ്റേതായ മാറ്റങ്ങളും ആ മാറ്റങ്ങളുടെ കെടുതികളും അതിൻ്റെ നന്മകളും തിന്മകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അപ്പോഴെല്ലാം നമ്മൾ ആരായിരിക്കണം എന്നത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും സ്വയമായി ചിന്തിക്കേണ്ടത് അതാണ്. ഞാൻ എപ്പോഴൊക്കെ എന്തായിരിക്കണം? കാലത്തിന് മാറ്റം വരും, ചിലപ്പോൾ നമ്മുടെ പ്രദേശത്തിന് മാറ്റം വരും, ചിലപ്പോൾ നമ്മുടെ നാടുകൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ വരും. അപ്പോഴെല്ലാം ഞാൻ ആരായിരിക്കണം? ഹുവാമായി മിൻ ഐന വഫി ഐന വ ഇല ഐന. നമ്മൾ എവിടുന്നാണ് വന്നത്, നമ്മളിപ്പോൾ എവിടെ ഉള്ളത്, നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? മിൻ ഐന വഫി ഐന വ ഇല ഐന. ഇത് നമ്മളോട് ചോദിച്ചു കൊണ്ടേയിരിക്കേണ്ടുന്ന ചോദ്യമാണ്. ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം എന്നാണ്. സ്വയം മാറാൻ കരുതാത്ത ഒരു ജനതയെയും അള്ളാഹു മാറ്റുകയില്ല. സ്വയം മാറാൻ വേണ്ടി അവനവൻ തന്നെ തീരുമാനിക്കണം, അല്ലാത്ത ഒരു ജനതയെയും അള്ളാഹു മാറ്റുകയില്ല എന്ന്. അപ്പം നമ്മളാണ് മാറേണ്ടത്, കാലമല്ല മാറേണ്ടത്. സത്യത്തിൽ കാലം മാറുന്നില്ല. നമ്മൾ വെറുതെ കാലത്തെ ഇങ്ങനെ ചീത്ത വിളിക്കുകയാണ്. ദഹ്റിനെ നമ്മൾ വല്ലാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാലം എവിടെ മാറുന്നു? ഏതോ കാലമായി കിഴക്ക് തന്നെയാണ് സൂര്യൻ ഉദിക്കാറുള്ളത്, പടിഞ്ഞാറാണ് അസ്തമിക്കാറുള്ളത്. എത്രയോ കാലങ്ങളായി പക്ഷികൾ ഇങ്ങനെ തന്നെയാണ് കൂട് വെക്കാറുള്ളത്, ഇങ്ങനെ തന്നെയാണ് അവരുടെ ആഹാരങ്ങളൊക്കെ തേടി പുറപ്പെടാറുള്ളത്. എത്രയോ കാലങ്ങളായി കടലുകളൊക്കെ അങ്ങനെ തന്നെയാണുള്ളത്, മത്സ്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണുള്ളത്. എത്രയോ കാലങ്ങളായി ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥകളൊക്കെ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളായിട്ട് വരുത്തിയ ചില മാറ്റങ്ങളേ ഉള്ളൂ. സത്യത്തിൽ ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യനാണ്. ആധുനിക കാലം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതൊരു ചെറുത വാക്കല്ല. സത്യത്തിൽ അതിനെക്കുറിച്ചിട്ടൊരു ഡിക്ലറേഷൻ ഉണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദ ലാസ്റ്റ് ഇൻവെൻഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ് എന്നാണ്. മനുഷ്യൻ്റെ അവസാനത്തെ കണ്ടെത്തൽ എന്നാണ് AI വിളിച്ചിട്ടുള്ളത്. ഇനി എല്ലാ കണ്ടെത്തലും AI ബേസിലായിരിക്കുമെന്നതാണ്. ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി വന്നതല്ല, ഭയപ്പെടുത്തുമല്ല. എന്നാലും അവർ അവകാശപ്പെടുന്ന ചില കാര്യങ്ങൾ, ഇപ്പം അവിടെയാണല്ലോ ലോകം എത്തി നിൽക്കുന്നത്. ഈ ലോകത്തിൽ നിന്ന് മനുഷ്യൻ തന്നെ എലിമിനേറ്റ് ചെയ്യുന്ന, ഇല്ലാതെയായി പോകുന്നൊരവസ്ഥയിലേക്ക് AI വികസിക്കുമെന്നാണ് പറയുന്നത്. ഹെൽത്ത് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആഴമേറി പഠിച്ച ആൾക്കാരൊക്കെ കൂട്ടത്തിലുണ്ടാകാം. എൻ്റെ ഒരു പ്രിയങ്കരനായ സുഹൃത്ത് ഇതിൽ PhD ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു പ്രിയങ്കരനായ മറ്റൊരു സുഹൃത്ത് ഹാർവാർഡിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ടോക്കുകൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ നമ്മളാകെ അന്തിച്ചു പോകാറുണ്ട്. ഒന്ന്, ആയുസ്സിനെ വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ AI നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹെൽത്ത് അവരുടെ ഒരു പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. മരണത്തെ ഇല്ലാതെയാക്കാൻ കഴിയില്ലെങ്കിലും പഴയ കാലത്ത് ആളുകൾ ജീവിച്ചിരുന്നത് പോലെ സെല്ലുകളിൽ മാറ്റങ്ങൾ വരുത്തി അതിൻ്റേതായ സയൻറ്റിഫിക് മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ആയുസ്സിനെ വർദ്ധിപ്പിക്കാമെന്നത് AI ഒരു പഠനമാണ്. അതിനെയൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. 950 കൊല്ലം പ്രബോധനം ചെയ്ത നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, അതേപോലെ നൂറ്റാണ്ടുകളായി സഞ്ചരിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് സാധിക്കുമോ എന്ന് AI ഹെൽത്തിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരവകാശപ്പെടുന്നതിന് സാധിക്കുമെന്നാണ്. അപ്പോൾ ഒരുപാട് ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. 2030 കൂടിയിട്ട് അവരവകാശപ്പെടുന്നതാണ് കേട്ടോ, ഞാൻ പറയുന്നതല്ല. 2030 കൂടിയിട്ട് മറ്റൊരു ലോകം കണ്ട് അവസാനം ആ ലോകം എന്തെന്ന് തിരിയാതെ ഒരുപാട് മാനസിക രോഗികൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ്.
25 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് കെടുതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും അവർ പറയുന്നു. 25 വർഷമാണ് അവർ കൊടുക്കുന്നത്. കാരണം ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ 25 ഇയേഴ്സ് എടുക്കും, ഇത് സ്വീകരിക്കാൻ. അത്രമാത്രം ആർട്ടിഫിഷ്യലി ആളുകൾ മാറും. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ്. നിർമ്മിത ബുദ്ധി എന്നാണല്ലോ അതിന് പറയാം. നിർമ്മിക്കുന്ന ബുദ്ധിയാണ്. 155 ഇപ്പോൾ മനുഷ്യൻ്റെ മാക്സിമം IQ എങ്കിൽ 2000 IQ-വിലൊക്കെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് ഇനി വരാനിരിക്കുന്നത്. മനുഷ്യനെയെല്ലാം തോൽപ്പിക്കുന്ന, മനുഷ്യനേക്കാൾ സ്പീഡുള്ള, അവനേക്കാൾ ചിന്താശേഷിയുള്ള വേറൊരു ലോകം ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നു എന്നതാണ്. ഞാൻ അതിൻ്റെ സ്ലൈഡുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൈമാറാം. അതിൻ്റെ ചെറിയ ചെറിയ സ്ലൈഡുകളൊക്കെ US UK നടക്കുന്ന ഒരുപാട് ഡിസ്കഷൻസ്. അതൊക്കെ നടക്കുമോ എന്നതല്ല, പക്ഷെ അവരതിനു വേണ്ടിയിട്ടുള്ള ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് പഠനത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ പോവുകയാണ്. ടീച്ചേഴ്സില്ലാത്ത ക്ലാസ് റൂമുകൾ വരാൻ പോവുകയാണ്. ടീച്ചേഴ്സേ ഇനി വേണ്ട എന്നാണ് തീരുമാനിക്കാൻ പോകുന്നത്. അധ്യാപകരുടെ ആവശ്യമില്ല. കാരണം എല്ലാം ടെക്നോളജി പറഞ്ഞുകൊണ്ടിരിക്കും. കുട്ടികൾക്ക് ഭാഷ പഠിക്കാൻ ഒരിക്കലും ഇനി മാസങ്ങൾ ചിലവഴിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ വർഷങ്ങൾ ചിലവഴിക്കേണ്ട കാര്യമില്ല. അവർക്ക് ആഴ്ചകളെ കൊണ്ട്, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ പറ്റും. ആ ഒരവസ്ഥയിലേക്ക് AI ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സംഭവിക്കുന്നൊരു പ്രശ്നമുണ്ട്. അത് മാത്രമല്ല, കുറേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഇനി ജോലി എന്ന് പറയുന്ന കാര്യം, എൻ്റെ ടോപ്പിക് അതല്ല കേട്ടോ, ഞാനത് പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരികയാണ്. ജോലി എന്ന് പറയുന്ന സാധനം, ജോബ് എന്ന് പറയുന്ന സാധനം ഇല്ലാതെയാകാൻ പോവുകയാണെന്നാണ്. മനുഷ്യൻ്റെ സാധ്യതയല്ല, മനുഷ്യൻ ജോലി ചെയ്യും ഇനി ആഹ്ലാദത്തിന് വേണ്ടി എന്നാണ് AI പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഒരു ഉന്മേഷത്തിന് വേണ്ടി ചെയ്യുന്നു എന്നതല്ലാതെ ആരും ജോലി ചെയ്യേണ്ടാത്തൊരവസ്ഥ വരുമെന്നാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവരുടെ അവകാശവാദങ്ങൾ അതാ. ഇങ്ങനെ പോയി ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യൻ എന്ന് പറയുന്നൊരു സാധനം തന്നെ എലിമിനേറ്റ് ചെയ്യുന്ന, അത് തന്നെ ഇല്ലാതെയായി പോകുന്ന, അതിനെ തുടച്ചു നീക്കുന്ന, നിഷ്കാസനം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് AI ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നു. ഇലോൺ മസ്കിനെ ഇപ്പോൾ അവർ അവരോധിക്കുന്ന ഒരു അവസ്ഥ, ഈ ഭൂമി വിട്ടിട്ട് മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് ആളുകൾ കൊണ്ടുപോകാനുള്ള സന്നദ്ധതയിലേക്ക് അവരൊക്കെ എത്തി, അതിൻ്റെ സന്നാഹങ്ങളായി എന്നതാണ്. എന്തോ ആകട്ടെ, ഇങ്ങനൊരു വല്ലാത്ത ചേഞ്ചസ് വരും. ചിലപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ കോഫി ഷോപ്പുകളുടെ തന്നെ റിതം മാറാനുള്ള സാധ്യതയുണ്ട്. ഞാനത് അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്നെ പഴിചാരരുത്, ഇതൊക്കെ വരാനിരിക്കുന്ന സംഭവങ്ങളാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എന്തെങ്കിലും മായെന്നോ യോമി എന്നൊക്കെ പറയുന്ന പെൺകുട്ടികളായിരിക്കും ഒരു പക്ഷേ ഇനി നമുക്ക് കോഫി കൊണ്ടുവന്ന് തരിക. അങ്ങനെ ഓരോ ഷോപ്പുകളിലും കോഫി കൊടുക്കാനും ചായ കൊടുക്കാനും ഒക്കെ സാധാരണ മനുഷ്യരെ മാറ്റി, ഇൻസ്റ്റഡ് ഓഫ് ഹ്യൂമൻ, മനുഷ്യർക്ക് പകരം അവിടെ മറ്റൊരാളെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി പോവാൻ. മനുഷ്യരെല്ലാവരും കാഴ്ചക്കാരായി മാറാൻ പോവാൻ. ഇവൻ പോയി അതിവിടെ പറയാൻ എനിക്ക് മടിയുണ്ടെങ്കിൽ പോലും വ്യംഗ്യേന സൂചിപ്പിക്കാം. ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന സങ്കല്പം പോലും ഇനി ആവശ്യമില്ല. അതിലേറെ സൗന്ദര്യമുള്ള AI-മാർ ഇനി ജന്മമെടുക്കുമെന്ന അവസ്ഥയിലേക്ക് അതിൻ്റെ ഭാഗം കൂടി കടന്നിരിക്കുകയാണ്. ഈ ഒരവസ്ഥയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ തലമുറയിലെ കുട്ടികളുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. നമ്മളറിയാതെ അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. കാരണം ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ ഉണ്ടാകേണ്ടത് ബുദ്ധി മാത്രമുള്ള ഒരാൾക്കാരായിരിക്കണം, ഇമോഷൻ ഇല്ലാത്ത ആളായിരിക്കണം. കാരണം ഇമോഷൻ ഉണ്ടായാൽ പിന്നെ ഇതിനൊന്നും വലിയ വാല്യൂ ഉണ്ടാകില്ല. എന്താണ് ഇമോഷനും ഇൻ്റലിജൻസും തമ്മിലുള്ള വ്യത്യാസം? ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഈ പറയുന്ന IQ, EQ, CQ, SQ ഒക്കെ ഉണ്ടല്ലോ, സ്പിരിച്വൽ കോഷനുമുണ്ട്. അപ്പോൾ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെ കുട്ടികളുടെ ഉള്ളിൽ വർക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ മാറ്റിമറിച്ച് മറ്റൊരു വ്യക്തിയെ സൃഷ്ടിക്കാൻ പോകുന്നു. കാരണം ഈ ലോകത്തെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അത് വേണം. ആ ഒരവസ്ഥയിലേക്ക് പോവാൻ. ഇപ്പം നിങ്ങൾ ഈ മൊബൈലിൽ കളിപ്പിക്കുന്ന, ഞാൻ എൻ്റെ വാക്കായിട്ടല്ല പറയുന്നത് കേട്ടോ, ഞാൻ ഇതിലിങ്ങനെ ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ ഇപ്പോഴുള്ള ഒരു PhD നടക്കുന്നുണ്ട്. അതിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് എഡ്യൂക്കേഷനിലേക്ക് കടന്നെത്തുക എന്നതാണ് ടോപ്പിക്. അതും ഇനി ഇന്ത്യൻ സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ മാറ്റങ്ങൾ വന്ന് ആളുകളുടെ ഇമോഷൻസ് കട്ട് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരും. ഇപ്പോൾ ക്യാമ്പസിൽ നിങ്ങൾ കേൾക്കുന്നില്ലേ, എന്തിനാണ് ഫാമിലി കോൺസെപ്റ്റ്? നിങ്ങളത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അൽഫുർഖാനിൽ എന്തായാലും അത് ഉണ്ടാകില്ല, കാരണം പുറത്തുള്ള ക്യാമ്പസുകളിൽ അതൊക്കെ ചർച്ച. ഞാൻ ഏറ്റവും കൂടുതൽ പ്രോഗ്രാമിന് പോകുന്നത് കോളേജുകളിലാണ്. അപ്പോൾ കുട്ടികൾ ചോദിക്കാറുള്ള ചോദ്യം,
എന്തെന്ന് ചോദിച്ചതിന് ഇത്തരത്തിലുള്ള സൊസൈറ്റി കോൺസെപ്റ്റ്, ഒരു സോഷ്യൽ കോൺസെപ്റ്റ് എന്തിനാണ്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ബോണ്ടിങ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലബ്ബ്, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു തരം ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വാതിൽ തുറക്കുന്നത്. അതിൻ്റെ സൊസൈറ്റി എന്ന് പറയുന്നത് നമുക്ക് നശിപ്പിച്ച് കളയാം. ഫാമിലി എന്ന് പറയുന്ന, ഫാമിലിയാണല്ലോ പിന്നെ സൊസൈറ്റി ആയിട്ട് മാറുന്നത്. ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്തിനാണ് മാതാവ് പിതാവ് കോൺസെപ്റ്റുകൾ എന്തിനാണ്? കാരണം അവർ സന്തോഷിച്ച വേളയിൽ ഞാനുണ്ടായി എന്നതല്ലാതെ ഞങ്ങൾ തമ്മിൽ എന്ത് കമ്മിറ്റ്മെൻറ്റ് എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കാരണം മാതാപിതാക്കൾ എന്തായാലും കരുതിക്കൂട്ടി ഞാൻ ഉണ്ടാകണമെന്ന് വിചാരിച്ചിട്ടല്ല ഒന്നും ചെയ്തത് എന്നാണ് ആധുനിക തലമുറ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ കുറേ കോൺഫ്ലിക്റ്റ് ക്വസ്റ്റ്യൻസ്, അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഈ നിരീശ്വരവാദികളായ ആളുകൾ, അല്ലെങ്കിൽ എത്തീസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് യുക്തിവാദികളായ ആളുകൾ, ഡിങ്കോയിസത്തിൻ്റെ ആളുകളൊക്കെ രംഗപ്രവേശനം ചെയ്ത് ഇത്ര ആകുലതയോടുകൂടി ഇതൊക്കെ അവതരിപ്പിക്കുന്നത്, ദേ ആർ ദ മെസ്സഞ്ചേഴ്സ് ഓഫ് ദിസ് പ്രോഗ്രാം. അവരെല്ലാവരും ഒരു മെസ്സഞ്ചറാണ്, ഒരു ദൂതനാണ് ഇത്തരത്തിലുള്ള വക്താക്കളുടെ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല പറയുന്നത്, ഞാൻ എൻ്റെ ഫിലോസഫി പറയുന്നു. കാരണം ഈ സിസ്റ്റം ഇങ്ങനെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കണം, മറ്റൊരു സിസ്റ്റം ലോകത്തിൽ വരണം. അപ്പം നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വന്നാലേ അവരുടേത് സ്വീകരിക്കാൻ പറ്റൂ. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇസ്ലാമിനെ ഇത്രമാത്രം ലോകമൊന്നാകെ കടന്നാക്രമിക്കുന്നത് മതങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം കൊണ്ടല്ല, മറ്റുള്ള മതക്കാർ നമ്മൾ ആക്രമിക്കുന്നത് കൊണ്ടല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ എല്ലാറ്റിനും ഒരു മെയിൻ റൂട്ട് ഉണ്ടാവും, റൂട്ട് കോസ് എന്ന് പറയുമല്ലോ. ആ കാരണത്തിൽ നിന്ന് മറ്റ് കാരണങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയാണ്. ഇപ്പം ബിസിനസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കറിയാം, റിസഷൻ പോലും കോർപ്പറേറ്റ് സെക്ടറുകൾ അവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ ദുബായിൽ ഇപ്പോൾ മേ ബി വരാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം, 2-3 വർഷം കൊണ്ട് റിസഷൻ വരും, ഒരു മാന്ദ്യം വരും. ആ മാന്ദ്യം ദുബായിൽ ഉണ്ടാകുന്നതല്ല, അത് കോർപ്പറേറ്റ് ഭീമന്മാർ ഉണ്ടാക്കുന്നതാണ്. അപ്പം അങ്ങനെ ഇതേപോലെ തന്നെ ഓരോ ഇഷ്യൂസും ഉണ്ടാക്കിയാലേ ചില ആളുകളുടെ ദൗത്യം ഇവിടെ നിർവഹിക്കാൻ കഴിയും. ഞാൻ പ്രബുദ്ധമായ ഒരു സദസ്സിനോടാണ് സംസാരിക്കുന്നത് എന്നാണ് എൻ്റെ ബോധ്യം. പറഞ്ഞു വരുന്ന കാര്യം, ഓരോന്നിനെയും ചേഞ്ചാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരാദ്യം കൊണ്ടുവന്നിട്ടുള്ള ഒരു തിസീസ് എന്തെന്ന് ചോദിച്ചാൽ, ഇതിൽ എങ്ങനെ ഇനി നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നുള്ളത് പറയണമല്ലോ, അല്ലാതെ ഈ പ്രശ്നം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവരാദ്യം കൊണ്ടുവന്നത്, ഇവിടെ നടക്കുന്ന സിസ്റ്റങ്ങൾ മൊത്തത്തിൽ, എഡ്യൂക്കേഷൻ അവരെടുത്തു, ഹെൽത്ത് അവരെടുത്തു, അതേപോലെ തന്നെ പാരൻറ്റിങ് അവരെടുത്തു, ഇവിടുത്തെ കൾച്ചർ അവരെടുത്തു, ഇതെല്ലാം അവരെടുത്തു. എന്നിട്ട് പറയുന്നത് ഇവിടെ നടക്കുന്നതെല്ലാം 18ാം സെഞ്ച്വറിയിലെ ടെക്നിക്സാണ്. അഥവാ ബ്രിട്ടീഷുകാരിങ്ങനെ ശക്തമായി ലോകം കീഴടക്കി ഏകദേശം 80ഓളം രാജ്യങ്ങളിലെത്തി. അങ്ങനെ അവർ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ആ ടെക്നിക്സ് മാത്രമാണ് ഇന്ന് അവരുടെ കയ്യിലുള്ളത്. 19ാം സെഞ്ച്വറിയിലെ കരിക്കുലമാണ്. നമ്മളിന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന മുഴുവൻ കരിക്കുലവും 19ാം നൂറ്റാണ്ടിലേതാണ്. അത് ശരിക്കും റിസർച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാവും. കാരണം ഇപ്പോഴും ഐൻസ്റ്റീനെയും അതേപോലെ തന്നെ ഇവരെയൊക്കെ തന്നെയാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർ പറയുന്നൊരു കാര്യം, 20ാം സെഞ്ച്വറിയിലെ ടീച്ചേഴ്സാണ്, 20ാം നൂറ്റാണ്ടിലെ അധ്യാപകരാണ്, 21ാം നൂറ്റാണ്ടിലെ കുട്ടികളുമാണ്. ഇതേപോലെ തന്നെ 20ാം നൂറ്റാണ്ടിലെ പാരൻസുമാണ്, 21ാം നൂറ്റാണ്ടിലെ കുട്ടികളുമാണ്. ഈ സ്ലോഗൻ ഇങ്ങനെ കുട്ടികൾക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ 21ാം നൂറ്റാണ്ടിലെ ആളുകളാണ്. അതുകൊണ്ട് 20ാം നൂറ്റാണ്ട്, ഇപ്പം ഞാൻ 20ാം നൂറ്റാണ്ടിലാണല്ലോ ഉണ്ടായത്, 1976 ഞാൻ ജനിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് വേണമെങ്കിൽ എന്നെ 20ാം നൂറ്റാണ്ടുകാരനെന്ന് വിളിക്കാം. അവർ 21ാം നൂറ്റാണ്ടിൽ ജനിച്ചവരുമാണ്. ഈ ഒരു കോൺഫ്ലിക്റ്റ് കൊണ്ടുവന്ന് വെപ്പൺസ് പോലും ഇപ്പോൾ അങ്ങനെയാണ് അവർ ചർച്ച ചെയ്യുന്നത്. യുദ്ധസാമഗ്രികളെല്ലാം സംഭവം ഒന്നിൻ്റെ ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അഥവാ പഴയ കാലത്ത് ഫ്ലൈറ്റ് പറന്നിട്ട് പൊട്ടിക്കുന്നതിന് പകരം മിസൈൽ ഉണ്ടായിട്ടുണ്ട് എന്നതല്ലാതെ ബേസ് ഫോം 19ാം നൂറ്റാണ്ടിൻ്റെതാണ്. 20ാം നൂറ്റാണ്ട് അതിൻ്റെ തുടർച്ചയാണ്. 21ാം നൂറ്റാണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടെക്നോളജിക്കലി. അപ്പോൾ 21ാം നൂറ്റാണ്ടിലെ ആളുകൾ വേറൊരു ലെവലിലേക്ക് എത്തണമെന്ന് ഇതിൻ്റെ കോർപ്പറേറ്റ് ഭീമന്മാർ ആഗ്രഹിക്കുന്നു. അതിൽ അവർക്ക് ചില കച്ചവടങ്ങളുണ്ട്. ചില കച്ചവടമല്ല, എവർഗ്രീൻ, എവർലാസ്റ്റ്, കാലങ്ങളായി അനുസ്യൂതം അവർ തന്നെ ഉത്തുംഗതയിൽ നിൽക്കാനുള്ള എല്ലാ സ്ട്രാറ്റജിയും അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൽ ബലിയാടുകളാകുന്നത് ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. ഇത് സ്വീകരിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ഇതിനൊക്കെ എതിർത്ത് AI വേണ്ട എന്നതല്ല. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അതിൽ നിന്നൊന്ന് മാറി നിന്ന് മനുഷ്യനാവുക എന്നുള്ള ഒരു ലോകോത്തമായ ഒരു ചിന്തയിലേക്ക് നമ്മൾ എങ്ങനെ എത്തപ്പെടുമെന്നത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഈ ഒരു സെർച്ചിങ്ങിലൂടെ പോയി സത്യത്തിൽ നമ്മുടെ കുട്ടികളുടെ ഇമോഷൻസിനെ ഓരോ ഗെയിമിലൂടെ ഇവർ മനസ്സിലാക്കുന്നുണ്ട്.
കുട്ടികൾ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ആ ഗെയിം അവൻ കളിക്കുന്നു എന്നതാണ്. പക്ഷേ ഒരേ ഇമോഷനാണ് ഇവൻ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അവൻ്റെ ഇമോഷനെ എങ്ങനെയാണ് ഇനിയും കൂടുതൽ തിളപ്പിക്കുക എന്നുള്ള ഗെയിമായിരിക്കും ഇനി ഇറങ്ങിക്കൊണ്ടേയിരിക്കുക. കാരണം മനുഷ്യത്വം നഷ്ടപ്പെടുന്ന ഒരു ലോകത്തിൽ അവർക്ക് ബേസായിട്ട് ആവശ്യം എക്കണോമി മാത്രമാണ്, വെൽത്ത് മാത്രമാണ്, സമ്പത്ത് മാത്രമാണ്. സമ്പത്തിൻ്റെ മുമ്പിൽ മനുഷ്യത്വം എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്ന ഒരു ലോകത്തിൽ നമ്മുടെയൊക്കെ കുട്ടികൾ തന്നെയാണ് ഇതിന് ബലിയാടായിക്കൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ടെക്നോളജിയിലൂടെ എങ്ങനെയാണ് ഇവർക്ക് മയക്കുമരുന്ന് കിട്ടുക എന്ന് നമുക്കറിയില്ലെങ്കിലും നമ്മുടെ കുട്ടികൾക്കറിയാം. ജസ്റ്റ് വീട്ടിലിരുന്നിട്ട് എങ്ങനെയാണ് MDMA വീട്ടിലേക്ക് എത്തിക്കുകയാണ്. ഞാൻ അങ്ങനത്തെ കുട്ടികളെ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നവർ പുറത്തൊക്കെ പോയിട്ടില്ല അത് കിട്ടുക എന്നതല്ലേ. അതിൽ നിന്ന് മാറിയിട്ട് അവർ വീട്ടിലേക്ക് എത്തിക്കാൻ അതിന് ഗൂഗിൾ ഡ്രൈവ് എങ്ങനെ ഉപയോഗിക്കുന്നു, ആ സിറ്റുവേഷൻ അവരെങ്ങനെ കാണുന്നു, അവരെവിടെ വെച്ച് പോകുന്നു, അതിന് പൈസ എങ്ങനെ കൊടുക്കുന്നു, അതെങ്ങനെയാണ് ഇവൻ കൊണ്ടുവരുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ഗൂഗിൾ മാപ്പ് എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത്, ഇവർ ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ കുട്ടികൾക്കറിയാം. ഞാൻ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, ഇറ്റ് ഈസ് ഫാക്റ്റ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ആ ഒരു യാഥാർത്ഥ്യത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ഇതെല്ലാം കൂടി വരിഞ്ഞു മുറുക്കിയ ഒരു ലോകത്തിൽ ഇവരെ അതിൽ നിന്നൊന്നു മാറ്റണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് രണ്ട് കാര്യങ്ങൾ കൊടുത്തേ പറ്റൂ. ഒന്ന് ഹൈലി ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയും കൊടുക്കണം, മറ്റൊന്ന് എക്സ്ട്രീം ലെവലിലുള്ള സ്പിരിച്വാലിറ്റിയും അവർക്ക് കൊടുക്കണം. സ്പിരിച്വാലിറ്റി ഒരു വേർഡായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആത്മീയത എന്നോ മറ്റുള്ളത് മൊറാലിറ്റി എന്നോ പല പേരും അതിനെ വിളിക്കാം. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നന്മകൾ നഷ്ടപ്പെട്ടു പോകാതെ ഒരു കനലായി കിടക്കാനുള്ളൊരവസ്ഥാവിശേഷം നമ്മുടെ കുട്ടികളിൽ ഉണ്ടായിത്തീരണം. ആ കനൽ എന്ന് കെട്ടുപോകുന്നുവോ അന്ന് മുതൽ അവർ മനുഷ്യരല്ലാത്ത വെറും ഒരു നിർമ്മിത മനുഷ്യരായി മാറും. അഥവാ അവർ തന്നെ അവരെ നിർമ്മിച്ചെടുത്ത ചില പാപക്കൂത്തുകളായി അവർ മാറും. ഇപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ ക്യാമ്പസിൽ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ചോദിച്ചു നോക്ക്. ഞാനും ഒരു 10-25 വർഷമായിട്ട് അധ്യാപകനാണ്. ചെറുപ്പം മുതൽ അധ്യാപകനാണ്. ദാവൂദിനറിയാം. 2 വർഷത്തോളം അദ്ദേഹം നമ്മളെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ ആയിരുന്നു അന്ന് ടോപ്പിക് എന്നാണ് എൻ്റെ ഓർമ്മ. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കിതാബ് പഠിച്ചവർക്കറിയാം, ലാസ്റ്റ് ലെവലിലൊക്കെ പഠിക്കുന്ന കിതാബുകളാണ്. എന്തോ ആകട്ടെ, ഞാൻ പറഞ്ഞു വരുന്ന അതിൻ്റെ ഡിസ്കഷനിലൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിൽ കുട്ടികൾ ഇന്ന് ടീച്ചേഴ്സ്, അന്നൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്ന ആദരം, ബഹുമാനം ഇന്ന് ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ അറിയാം. ടീച്ചേഴ്സ് പലപ്പോഴും സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് പരിപാടിക്ക് പോകുമ്പോൾ സാർ പഴയതുപോലുള്ള ഒരു അനുസരണ പോലും ഇന്ന് കുട്ടികളിലില്ല എന്ന് ലെക്ചറേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണെന്നറിയോ? ഈ ഇമോഷൻ അവർക്ക് ബ്രേക്ക് ആയിരിക്കുന്നു. കാരണം അധ്യാപകനോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് മെല്ലെ 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 അത് തകർന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലാണ് ഇന്നുള്ളത്. ഇതേപോലെ തന്നെ ഓരോ കുട്ടികളെയും എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികളെ, എല്ലാ മക്കളൊന്നും ഞാൻ പറയുന്നില്ല, ഓരോ കുട്ടികളും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വൃത്തം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ വൃത്തത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ചങ്ക് ബ്രോസ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ പല പേരിലും പേരിട്ട് വിളിക്കുന്ന ബെസ്റ്റീസ് ആയിരിക്കും. ആ വൃത്തത്തിൻ്റെ ഉള്ളിൽ, ഇൻഡിവിജ്വൽ സർക്കിളിൻ്റെ ഉള്ളിൽ അവരേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ സ്വന്തം മാതാവ് പോലുമില്ല. കാരണം മാതാവിനോടുള്ള ബ്രേക്കും അതേപോലെ തന്നെ ആ ഒരു ടച്ചും അല്ലെങ്കിൽ ആ ഒരു ക്ലബിങ്ങും അവർ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഒരു യുക്തിവാദി ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ അയാളുടെ അഭിപ്രായമാണെന്നല്ലേ. ഫോർ എക്സാമ്പിൾ, ഞാൻ വ്യക്തിയുടെ പേരൊന്നും പറയുന്നില്ല, ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു അഭിപ്രായം പറഞ്ഞാലും ആ അഭിപ്രായത്തിന് 2 ദിശകളുണ്ടാകും. എക്സ്ട്രീം ലെവലിൽ അതിനെ അംഗീകരിക്കുന്ന ആൾക്കാരുണ്ടാവും, അംഗീകരിക്കാത്തവരുണ്ടാവും. ഉമ്മാനെ തെച്ചാലും 2 അഭിപ്രായമുണ്ട് എന്ന് പറയുന്നത് പോലെ. ഇതേപോലെ ഏതെങ്കിലും ഒരു യുക്തിവാദി ചോദിക്കുകയാണ്. ആ ചോദ്യം കുട്ടിയോട് ഇതാണ്. ഉദാഹരണത്തിന്, എന്തിന് നമ്മൾ മാതാവിനെ ഇത്രമാത്രം അനുസരിക്കണം? മാതാവ് മാത്രമല്ലല്ലോ. അവർക്ക് ഇട്ടുകൊടുക്കുന്ന ചോദ്യമാണ്. മാതാവ് മാത്രമല്ലല്ലോ. മാതാവ് ഒരു ഭാര്യയാണ്, മാതാവ് ഒരു പെങ്ങളാണ്, മാതാവ് ഒരു മകളാണ്, മാതാവ് ഇന്ന രീതിയിലൊക്കെയാണ്. അല്ലാതെ മാതാവ് വെറും മാതാവ് മാത്രമല്ല എന്നുള്ളൊരു ചോദ്യം ഇട്ട് കൊടുത്താൽ കുട്ടികൾ പിന്നെ അതിൽ കിടന്ന് ചിന്തിക്കുകയാണ്. ശരിയല്ലേ, എൻ്റെ ഉപ്പയുടെ ഉമ്മയല്ലല്ലോ ഉമ്മ, എൻ്റെ ഉപ്പയുടെ ഭാര്യയല്ലേ. എൻ്റെ അമ്മാവൻ്റെ ഉമ്മയല്ലല്ലോ ഉമ്മ, എൻ്റെ അമ്മാവൻ്റെ പെങ്ങളല്ലേ. എൻ്റെ ഉപ്പാപ്പയുടെ മകളല്ലേ, എനിക്ക് മാത്രമല്ലേ ഉമ്മ. അതുകൊണ്ട് ഉമ്മ എന്നുള്ള കാഴ്ചപ്പാട് എനിക്ക് മാത്രമല്ലേ ഉള്ളൂ, ബാക്കിയുള്ളവർക്കില്ലല്ലോ. ഒരേ സ്ത്രീയെ തന്നെ 5-6 മുഖങ്ങളായി അവതരിപ്പിക്കുന്ന ഒരു ലോകം വന്നിരിക്കുന്നു. സംഭവം യാഥാർത്ഥ്യമാണ് താനും. എന്നാൽ ഈ ബന്ധത്തിൻ്റെ എല്ലാം ഇടയ്ക്ക് ഇതിൽ നിന്നൊക്കെ മറുമുറം കടക്കാൻ, സയൻസിൻ്റെ എക്സ്ട്രീം ലെവലിൽ നിന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ ഒരൊറ്റ വഴിയേ ഈ ലോകത്തിലുള്ളൂ. അവകാശവാദമൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മുടെ വിശ്വാസം അതാണ്. കാരണം മറ്റുള്ളവർക്ക് എന്തു വേണമെങ്കിൽ അതിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കൂട്ടിക്കടത്തലുകളാകാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവസാനം പോയി ആരാണ് അപ്പുറത്ത് എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരം കിട്ടേണ്ടതുണ്ട്. മക്കൾക്ക് ആ ഒരു ഉത്തരം എപ്പോഴാണ് ബോധ്യപ്പെടുന്നത്? ഖുർആൻ പഠിക്കേണ്ടതല്ല,
പഠിച്ചറിയേണ്ടതാണ്, അറിഞ്ഞറിഞ്ഞ് സഞ്ചരിക്കേണ്ടതാണ്. ആ സഞ്ചാരം അള്ളാഹുവിൽ ചെന്ന് എത്തേണ്ടതാണ്. ഖുർആൻ വെറും പഠിക്കാനുള്ള സാധനമല്ല. ഖുർആൻ പഠന ക്ലാസ്സുകളാണ് നടക്കുന്നത്. പക്ഷേ അള്ളാഹുവിനെ അറിയുക എന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഖുർആൻ ചർച്ച ചെയ്യണം. ഖുർആൻ അറിയുക എന്നത് അള്ളാഹുവിൻ്റെ സംസാരം അറിയലാണ്. ആ സംസാരമറിയുന്ന സംസാരത്തിൻ്റെ ഒരു കർത്താവുണ്ടല്ലോ, ആ അള്ളാഹുവിനെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകണം. ഖുർആന്റെ ചർച്ചകൾ നമ്മൾ നടത്തി കേവലം പഠനമാക്കി അതിനെ തീർക്കാതെ അതിനെ ഇൻ ഡെപ്തിലേക്ക് പോയി അവസാനം അള്ളാഹുവിനെ നമ്മൾ ആവേശത്തോടു കൂടി ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ മക്കളുടെ ജീവിതത്തിനെ കൊണ്ടുപോകണം. ആ ഒരു ജീവിതം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തു തന്നെ വന്നാലും ഹുവൽ അവ്വൽ ഹുവൽ ആഖിർ എന്നുള്ള കാര്യം അവന് മനസ്സിലാകും. ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് ഏകനായ ഒരു അള്ളാഹു മാത്രമാണുള്ളത് എന്നും ഈ പ്രപഞ്ചത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുമെന്നും ഇതിനെല്ലാം ഒരു പര്യവസാനം ഉണ്ടാകുമെന്നും എൻ്റെ തമ്പുരാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും ആ തമ്പുരാനിലേക്കുള്ള കൃത്യമായ ബോധ്യത്തിനെ നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് അസാലത്തായി, ഹദാസത്തായിട്ടല്ല അസാലത്തായി, അതെന്താണ് വ്യത്യാസമെന്ന് നിങ്ങൾക്ക് അൽഫിത്ര പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ അറിയാം എന്താണ് ഹദാസത്ത്, എന്താണ് അസാലത്ത്. അസലിയായി നമ്മുടെ ഹൃദയത്തിലേക്ക് കയറേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് എല്ലാ മനുഷ്യരുടെ, എത്ര കേടായ മനുഷ്യൻ്റെ ഉള്ളിലും അള്ളാഹു ഇൻസ്റ്റിക്റ്റായിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് എംബഡഡ് ആയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു മൊബൈൽ ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ചിപ്പ് പോലെ ഇവിടെ എത്ര നാറിയ മനുഷ്യരുണ്ടോ ആ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു നന്മയുടെ കിരണത്തിനെ ഇട്ടുകൊടുക്കാതെ അള്ളാഹു ഇങ്ങോട്ട് അയച്ചിട്ടില്ല. കാരണം എത്ര തെമ്മാടിയായ ഒരു മനുഷ്യനും തെമ്മാടിത്തം ചെയ്യുന്ന സമയത്ത് അവൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ നിന്നൊരു വിളിയുടയിരുന്നുണ്ട്, ഇത് വേണോ വേണ്ടയോ എന്ന്. കുറ്റകൃത്യത്തിൻ്റെ ആളുകളോട് ചോദിച്ചാൽ അറിയാം. ഞാൻ ജയിലിലുള്ള ആളുകൾക്ക് പോയിട്ട് ഇതേപോലെ ക്ലാസ് എടുക്കാറുണ്ട്. കണ്ണൂരിലൊക്കെ മുമ്പ് പോയിരുന്നു. ഈ ജയിലുള്ള ആളുകളോട് അവർ ചെയ്ത ക്രൂരകൃത്യങ്ങളെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ അവരുടെ ഉള്ളിലൊരു കരച്ചിലുണ്ട്, ഒരു തേങ്ങലുണ്ട്. അതുകൊണ്ട് മനുഷ്യർക്ക് അള്ളാഹുവിനെ ബോധ്യപ്പെടാത്തതല്ല വിഷയം, അതിലവൻ പണിയെടുക്കാത്തതാണ് വിഷയം. ആ പണിയെടുക്കുമ്പോൾ മാത്രമാണ് ബോധ്യത്തിലേക്ക് കിടക്കുന്നത്. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും, ഫറോവയുടെ ഉള്ളിൽ വരെ ആമൻതു ബിറബ്ബി മൂസ വഹാറൂൻ, ഫറോവയും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം, ഞാനിതാ ഹാറൂൻ്റെയും മോസയുടെയും കാര്യത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നും. അഥവാ അള്ളാഹുവിൽ ആമൻതു ബിറബ്ബി മൂസ വഹാറൂൻ. ഖുർആൻ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വില്ലന്റെ പേരാണ്, ശൈത്താൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു പറഞ്ഞ പേര് ഫിറഔന്റെ പേരാണ്. ആ ഫിറഔന് പോലും അന്ത്യത്തിൻ്റെ സമയത്ത്, അത് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല എന്നതാണ്, വെറും രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ വാക്ക് മാത്രമല്ല, അത് ആ സമയത്ത് തോന്നിയിട്ടുണ്ടാകണം. കാരണം അത് ഹ്യൂമൻ സൈക്കോളജിയാണ്. ഓരോ ആളുകൾക്കും അത് ഉള്ളിലുണ്ടാകും. അതുകൊണ്ട് ഈ കാണുന്ന 800 കോടി ജനതയുടെ ഉള്ളിലും ഒരു നന്മയുടെ കിരണം കിടക്കുന്നുണ്ട്. അത് അള്ളാഹു ഇട്ടിട്ടുണ്ട്. അതിനെ ഊതി വീർപ്പിച്ചിട്ടുണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രമാണ് അവൻ അതിൽ നിന്ന് കയറുക. അപ്പൊ ചില ആളുകൾ ആരെന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. ചില ആളുകൾ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് പോലെ മേ ബി ഷൈത്താനി ജിന്ദഗിയിലാകാം, ഷൈത്താനെ പോലെ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകാം. ഇതേ ഷൈത്താനെ പോലെ എന്ന് പറയുന്നതിൻ്റെ മുകളിൽ ഹയവാനി ജിന്ദഗി, മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്നവരുണ്ടാകാം. അതിൻ്റെ മുകളിൽ ഇൻസാനി ജിന്ദഗി, മനുഷ്യനെ പോലെ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അതിൻ്റെ മുകളിൽ ഇസ്ലാമി ജിന്ദഗി, ഇസ്ലാമിലായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അതിന് നമ്മുടെ വിശ്വാസമാണ് പറയുന്നത്. ഭാവിയിൽ യൂട്യൂബിൻ്റെ ഇതിൽ ബാക്കിൽ വന്നിട്ട് അതിൻ്റെ എന്താ മനുഷ്യൻ്റെ അപ്പുറത്തേക്കാണോ ഇസ്ലാം എന്നൊന്നും ചർച്ച ചെയ്യരുത്. നമ്മുടെ ഫിലോസഫിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനവൻ്റെ ഫിലോസഫി അവരവർക്ക് പറയാമല്ലോ. ആ ഇസ്ലാമി ജിന്ദഗിയുടെ മുകളിൽ ഈമാനി ജിന്ദഗിയുണ്ട്, അതിൻ്റെ മുകളിൽ ഇഹ്സാനി ജിന്ദഗിയുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ തട്ടുകളിലാണ് അള്ളാഹു ഈ ലോകത്തിലെ മനുഷ്യരെ ഇങ്ങനെ പായിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈമാനി ജിന്ദഗിയിലേക്ക് കയറിയ ഒരാൾക്ക് മാത്രമേ അള്ളാഹുവിനെ ബോധ്യപ്പെടൂ. ഖാലത്തിൽ അഅറാബു ആമന്ന ഖുൽ ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംനാ. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്ന സൂറത്തുൽ ഹുജറാത്തിൽ ഖാലത്തിൽ അഅറാബു ആമന്ന, അഅറാബിയത വന്നിട്ട് പറയുന്നു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ആമന്ന, ഞങ്ങൾ ഈമാനുള്ളവരായിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്ന വാക്ക് എന്താണ്? ഖുൽ, നബിയെ പറയുക, ലം തുഅ്മിനു, അവർ വിശ്വസിച്ചിട്ടില്ല, വലാകിൻ ഖൂലു അസ്ലംനാ, അവർ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ, അനുസരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഈമാനുള്ളവരാണെന്ന് പറയരുത്. കാരണം വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, അവരുടെ ഹൃദയത്തിലേക്ക് ഈമാൻ ആഴ്ന്നിറങ്ങിയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. ഈമാൻ എന്ന് പറയുന്ന കാര്യം തൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി എനിക്കെൻ്റെ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പാരന്റിങ് എത്തണം. നമ്മുടെ പാരന്റിങ് അവിടെയാണ്. പാരന്റിങ് എന്ന് പറയുമ്പോൾ അതിലെ ഹ്യൂമൻ സൈക്കോളജി വെച്ച് കുട്ടികളെ എങ്ങനെ 1-ാമത്തെ വയസ്സിൽ വളർത്തണം, 3-ാമത്തെ വയസ്സിൽ എങ്ങനെ വളർത്തണം, 6-ാമത്തെ വയസ്സിൽ എങ്ങനെ വളർത്തണം, 13-ാമത്തെ വയസ്സിൽ എങ്ങനെ വളർത്തണം, ഇങ്ങനെ വളർത്തു യന്ത്രമാക്കി മാറ്റലല്ല ശരിക്കും പാരന്റിങ്.
പാരന്റിങ്ങിന്റെ ബേസിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന കാര്യം വിശ്വാസികളായ നമ്മുടെ ഫിലോസഫി പറയുന്നു. ഇവിടെ പലർക്കും പല ഫിലോസഫി പറയാനുണ്ടാകും. ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ ഫിലോസഫി ട്രാജഡിയിലൂടെ, കോമഡിയിലൂടെ, കോമിക് ട്രാജഡിയിലൂടെ, ട്രാജിക് കോമഡിയിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചു പോയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഫിലോസഫിയാണ്. ലിയോ ടോൾസ്റ്റോയ് അദ്ദേഹത്തിന്റെ ചിന്തകൾ അവതരിപ്പിച്ചു പോയിട്ടുണ്ട്. ലെനിന്റെ കൂട്ടത്തിൽ കൂടിയിട്ട് മാക്സിം ഗോർക്കി ഇപ്പുറത്തും ടേർജൻ ഇപ്പുറത്തും ലെനിൻ മുമ്പിൽ നിന്നിട്ട് ഒരുപാട് ഫിലോസഫികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫിലോസഫിയെ എതിർക്കുന്നവരും ഉണ്ടാകും, അനുകൂലിക്കുന്നവരും ഉണ്ടാകും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മിൽ അതിൽ ഉറച്ചു നിൽക്കുക എന്നത്, കാരണം നമുക്ക് നമ്മുടെ ബോധ്യമാണ്. നമുക്ക് അറിവല്ല ഉള്ളത്, ബോധ്യമാണ്. എനിക്കെൻ്റെ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്നത് നമ്മുടെ ബോധ്യങ്ങളാണ്. ആ ബോധ്യത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വിശ്വാസികളായ ഓരോ ആളുകളും അവരവരുടെ മക്കളെ ഇൻഡെപ്തായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കലാണ് പാരന്റിങ്ങിന്റെ അങ്ങേത്തല. അത് ഇങ്ങേത്തലയും അത് തുടക്കവും അത് അതിൻ്റെ ഒടുക്കവും അത്. ഇപ്പതാ നമ്മൾ ബാങ്കൊലി കേട്ടു, അല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതിൻ്റെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിലാണ് അവസാനിച്ചത്. ഒരു മനുഷ്യൻ ആദ്യം പറയേണ്ടത്, ആദ്യം കേൾക്കുന്ന വാക്ക് ഏതാണെന്നറിയോ? മനുഷ്യനെ പ്രസവിച്ചു കഴിഞ്ഞാൽ, അഥവാ നമ്മൾ മുസ്ലിമീങ്ങളെ പ്രസവിച്ചു കഴിഞ്ഞാൽ വലത്തെ ചെവിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്കാണ്. അഥവാ ആദ്യത്തെ വാക്ക് തന്നെ അല്ലാഹു അക്ബർ. അള്ളാഹുവിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അത് അവസാനിച്ചത് എവിടെയാണെന്നറിയോ? ആ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിലായിരിക്കണം നമ്മുടെ ജീവിതം അവസാനിക്കേണ്ടത്. അഥവാ അള്ളാഹുവിൽ നിന്ന് തുടങ്ങുന്നു, അള്ളാഹുവിൽ അവസാനിക്കുന്നു. ഇത് നമ്മുടെ ഫിലോസഫിയാണ്, ഇത് നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ ഇൻഡെപ്ത് ആയിട്ടുള്ള നമ്മുടെ അനുഭവങ്ങളാണ്. ആ അനുഭവം പോലെ തന്നെയാണ് ദഅവത്ത് താമ്മ, പരിപൂർണമായ പ്രബോധനമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിച്ചിട്ടുള്ള ബാങ്കൊലി പോലും തുടങ്ങുന്നത് അള്ളാഹുവിൽ നിന്നാണ്, അവസാനിക്കുന്നതും അള്ളാഹുവിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ ഓരോന്നെടുത്തു നോക്കിയാലും കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അള്ളാഹുവിലേക്കുള്ള ഇബാദത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരമാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അള്ളാഹുവിലാ തുടങ്ങുന്നത്, അവസാനിപ്പിക്കുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നാണ്. അതുകൊണ്ടാണ് ചില നിസ്കാരങ്ങളിൽ ഒബറക്കാത്തു എന്ന് പറയരുത് എന്ന് പറയുന്നത്. കാരണം അള്ളാഹുവിൽ തുടങ്ങി അള്ളാഹുവിൽ അവസാനിക്കണം. അതിനുവേണ്ടി തർക്കിക്കാൻ ആരും വരണ്ട. കാരണം ഞാനൊരു തർക്കിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് പോകാനേ ഞാനുള്ളൂ. കാരണം തർക്കങ്ങൾ എവിടെയും എത്താറില്ല. പക്ഷെ അള്ളാഹുവിൽ തുടങ്ങി അള്ളാഹുവിൽ അവസാനിക്കുന്നതാണ് എല്ലാം. യഥാർത്ഥത്തിൽ അള്ളാഹ് എന്നുള്ളതായിരിക്കണം നമ്മുടെ കുട്ടികളുടെ ഉള്ളിലേക്ക് പാരന്റിങ്ങിന്റെ ഭാഗമായി ഇറക്കി കൊടുക്കേണ്ടത് ഓരോ വിശ്വാസികളും. അത് ഇറങ്ങി എന്നതിൻ്റെ പേരിൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുന്നറിയോ? ഈ ലോകത്തിലെ 800 കോടി ജനങ്ങളെ നെഞ്ചിൽ ചേർക്കാൻ അള്ളാഹുവിൻ്റെ അടിമക്കറിയാം. അവിടെ ഹൈന്ദവനെന്നോ ക്രിസ്ത്യനെന്നോ ജൂതനെന്നോ മറ്റുള്ളവരെന്നോ ഇവരെന്നോ മതത്തിൽ വിഘടിപ്പിച്ചുകൊണ്ട് മനുഷ്യരെ വർഗീയപരമായി ചിത്രീകരിക്കാൻ ഒരിക്കലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് കഴിയില്ല. കാരണം നമുക്കൊരു വിശ്വാസമുണ്ട്, എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, എല്ലാവരും ആദം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മക്കളാണ്. കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്. ഇതോരോ വിശ്വാസിയുടെയും അടിസ്ഥാനമാണ്, ബേസിക്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ മാത്രമല്ല, ഇത് തുറന്നു പറയാനുള്ള വേദി എന്നതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ചുരുക്കത്തിൽ അല്ലാഹ് എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് എത്രമാത്രം എത്തിയിട്ടുണ്ട്. അള്ളാഹുവിനെ കുറിച്ചിട്ട് ഭയപ്പെടുത്തുക എന്നതൊരു ലിമിറ്റേഷൻ ഉണ്ട്. അള്ളാഹുവിനെ സ്നേഹിക്കാനാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഭയപ്പെടുത്തുന്നതിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്നറിയോ? ഭയമുള്ളിടത്ത് മാത്രമേ അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കൂ. ഭയമില്ലാത്തടത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആ ഭയത്തെ ഓവർകം ചെയ്യുന്ന ഒരു ഇഷ്ടം കടന്നു വന്നാൽ ഒരു പക്ഷേ ഭയം പോലും ഇല്ലാതെയായി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ ഭയത്തിൻ്റെയും അപ്പുറത്താണ് അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്നാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. മുഅ്മിനീങ്ങൾ അവർ കഠിനമായി അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നാണ്. കുട്ടിക്കാലം മുതലേ നമ്മുടെ കുട്ടികൾക്ക് അള്ളാഹുവോടുള്ള സ്നേഹമാണ് ഇട്ടുകൊടുക്കേണ്ടത്. ആ സ്നേഹത്തിൽ ഇങ്ങനെ ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരാളായിട്ടാണ് കൊച്ചുകുട്ടിക്കാലം മുതലേ ചിലപ്പോഴൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നവർ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവുക. അള്ളാഹു അവർക്കൊക്കെ കരുണ കൊടുക്കട്ടെ. അതൊക്കെ തന്നെയാണ് അള്ളാഹു എന്നത് ശരിയാണ്, അതൊരു ചെറിയ ഭാഗം മാത്രമാണ്. ബാക്കി 99.99% എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യങ്ങളാണ്. ഇപ്പം ഞാൻ ഈ പറയുന്ന വാക്കുകളിൽ പോലും എത്ര താ ഉപയോഗിച്ചു, എത്ര കാ ഉപയോഗിച്ചു, എത്ര ആ ഉപയോഗിച്ചു എന്ന് എനിക്കറിയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാനിവിടെ ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ ചൊല്ലിയ ദുആ നിങ്ങൾക്കറിയുമായിരിക്കാം. അല്ലാഹുമ്മ അൽഹിംന മറാഷിദ ഉമൂരിന വ അഇദിന മിൻ ശുറൂരി അൻഫുസിന എന്നതാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഓരോ തോന്നലിൽ നിന്നും എന്നെ കാക്കേണമേ, എൻ്റെ തോന്നലിനെ ഇവിടെ നീ പ്രകടിപ്പിക്കരുതേ. അല്ലാഹുവേ, നീ നിൻ്റെ
വഴിയെ അഥവാ നിന്റെ അറിവിനെ എനിക്ക് കിട്ടുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സംസാരം തുടങ്ങിയത് തന്നെ. കാരണം എന്താണെന്നറിയോ, വചനങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ്, ഓരോ വാക്കുകളും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇങ്ങനെ ഓരോന്നിനെയും മനസ്സിലാക്കിയാൽ അള്ളാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടാൻ നമുക്ക് പറ്റും. ആധുനിക പാരന്റിങ്ങിൽ ഒരു പക്ഷേ മൊബൈൽ നിങ്ങൾക്കൊരു വില്ലനായി വന്നിരിക്കാം. പക്ഷേ എനിക്കറിയാവുന്ന ഇഷ്ടം പോലെ IIT-യിലെ കുട്ടികളുണ്ട്. അവർ M.Tech-ന് പഠിക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ അവിടെ PhD-ക്ക് പഠിക്കുന്ന കുട്ടികളാണ്. ആ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നത് പോലെ ലോകത്തിലൊരു പക്ഷേ ആരും ഉപയോഗിക്കില്ല. കാരണം അത്രമാത്രം കേമമായ ഒരു ഓട്ടോണമസ് സ്ഥാപനമാണ് IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അവരുപയോഗിക്കുന്നതിൻ്റെ 100-1 നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷേ എന്നിട്ടും അത് അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ഏറ്റവും നല്ല രീതിയിൽ കാണാനും അള്ളാഹുവിനെ ആരാധിക്കാനും അതിൽ തന്നെ ഒട്ടുമിക്ക കുട്ടികളും തഹജ്ജുദ് വെച്ച് തുടങ്ങാനുമുള്ള കാരണം അള്ളാഹുവോടുള്ള സ്നേഹമാണ്. കാരണം സ്നേഹിക്കുന്നവർക്ക് 4 മണിക്ക് എഴുന്നേറ്റിട്ട് നിസ്കരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ 3:30 എഴുന്നേറ്റിട്ട് നിസ്കരിക്കാൻ പറ്റൂ. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് അതിന് കഴിഞ്ഞോളുന്നില്ല. കാരണം ഭയപ്പെടുന്നവർക്കുള്ള നിസ്കാരത്തിൻ്റെ പേരല്ല തഹജ്ജുദ്, അത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർക്കാണ്. ഒരു നിർബന്ധ നിസ്കാരമല്ല. സുബഹി മുതലാണ് നമ്മുടെ നിർബന്ധം തുടങ്ങുന്നത്. അപ്പോൾ ഭയപ്പാട് കൊണ്ട് നമ്മൾ സുബഹി ഒഴിവാക്കൂല. പക്ഷേ രാവിലെ 3:30-കോ 3 മണിക്കോ 4 മണിക്കോ എഴുന്നേറ്റിട്ട് സുജൂദിൽ കിടന്നുകൊണ്ട് അത്രമാത്രം റിലാക്സേഷൻ നമുക്ക് വേറെ ഇവിടുന്ന് കിട്ടും. ഈ ലോകത്ത് മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്ട്രെസ്സാണ്. സ്ട്രെസ് എന്ന് പറഞ്ഞത് മാറി 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 പ്രമേഹ രോഗികളെക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഇന്ത്യയിൽ ഇനി ഭാവിയിൽ മാനസിക രോഗികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകുന്ന പഠനം. മാനസിക രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്ന എന്താ കാര്യം? സ്ട്രെസ്സാണ്. പൈസയുണ്ടായാൽ സ്ട്രെസ് മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബിസിനസ്സുകാരോട് ചോദിക്ക്. അത്യാവശ്യം ബിസിനസ് ചെയ്യുന്ന പൈസക്കാരായ ആൾക്കാർ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടാവും. ഓരോന്ന് തുടങ്ങുമ്പോഴും സ്ട്രെസ് കൂടി 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 വരുന്നതാണ് അവർക്ക് അനുഭവം. അവരുടെ കച്ചവടത്തിൻ്റെ വ്യാപ്തി കൂടുന്തോളും അവരുടെ HR-ഉം മാർക്കറ്റിങ്ങും ഫിനാൻസും ഓപ്പറേഷനും പ്രൊഡക്ഷനും സ്ട്രാറ്റജിയും എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. മാൻ വിത്ത് ബിസി ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ പേര് കൂടിയാണ് ബിസിനസ്, നോട്ട് ബിസിലെസ്. ബിസിനെസ് ആണ്. അവൻ മൊത്തത്തിൽ ബിസിയാണ് അവൻ്റെ മൈൻഡ്. ഒരു ജോലിക്കാരന് ചിലപ്പോൾ 10 മണിക്ക് മുതൽ 5 മണി വരെ ജോലി ചെയ്താൽ മതി, അത് കഴിഞ്ഞ് അവൻ്റെ മൈൻഡ് ഫ്രീ ആണ്. പക്ഷെ ഒരു ബിസിനസ്സുകാരന് 10 മണിക്ക് കിടന്നുറങ്ങുമ്പോഴും 2 മണിക്ക്, ദാവൂദിനോടൊക്കെ ചോദിച്ചാൽ അറിയാം, 2 മണിക്ക് കിടന്നുറങ്ങുമ്പോഴും ആദിയായിരിക്കും അവൻ്റെ സ്ട്രാറ്റജിയെക്കുറിച്ച് ആലോചിച്ചിട്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ക്ഷണിച്ചതാണെങ്കിൽ അതിലേറെ ആകുലതകളായിരിക്കും. അതുകൊണ്ട് സമ്പത്ത് കൊണ്ടൊരു മനുഷ്യന് ഏറ്റവും വലിയ ആനന്ദമുണ്ടാകുമെന്ന് ധരിക്കരുത്, ഒരിക്കലും ധരിക്കരുത്. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ഒരു മനുഷ്യൻ പറയുന്നുണ്ട്, അദ്ദേഹം വലിയ സമ്പന്നനാണ്. ആദ്യത്തെ 5 പേരെടുത്താൽ അതിലൊരാൾ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഏത് അതൊക്കെ വേറെ കാര്യം. പക്ഷേ അദ്ദേഹം ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. അതിൻ്റെ അർത്ഥം എല്ലാവരും ചെറിയ വീട് വെക്കണം എന്നല്ല. അദ്ദേഹത്തിന് സ്വന്തം ഫ്ലൈറ്റ് മാനുഫാക്ചറിങ് കമ്പനി, അതിൻ്റെ 51% അദ്ദേഹത്തിൻ്റെതാണ്. 51% ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലൈറ്റ് മാനുഫാക്ചറിങ് കമ്പനിയുടെ സ്റ്റേക്കുള്ള ആളാണ് അദ്ദേഹം. സ്റ്റേക്കുള്ള ആളാണ്. എന്നിട്ടും ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിക്കാറില്ല. അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പേര് വാറൻ ബഫേ. അദ്ദേഹം എന്തുമാകട്ടെ ഷെയർ മാർക്കറ്റിൻ്റെ കിങ് ആണ്. അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇത്രയും സമ്പത്തുണ്ടായിട്ടും, നിങ്ങൾ ഇത്രമാത്രം ഉയർന്നു പോയിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതൊന്നും അത്രമാത്രം ഉപയോഗിക്കാത്തത്? ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വരേണ്ട ആള് എന്തുകൊണ്ടാണ് ലോക്കൽ സീറ്റിലിരുന്ന് പോകുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി, I never believe synthetic happiness. I also believe or assiduously believe that in ഇമോഷണൽ ഹാപ്പിനെസ് എന്നതാണ്. എന്ന് വെച്ചാൽ ഞാൻ സിന്തറ്റിക് ഹാപ്പിനെസ്സിൽ വിശ്വസിക്കുന്നില്ല, ഇമോഷണൽ ഹാപ്പിനെസ് അഥവാ ഓതന്റിക് ഹാപ്പിനെസ്സിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ അസിഡസ്ലി ബിലീവ് ഇൻ ഓതന്റിക് ഹാപ്പിനെസ് എന്നതാണ്. എന്താ ഓതന്റിക് ഹാപ്പിനെസ്? ഓതന്റിക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ സമ്പത്തുണ്ടാക്കുന്നതിൽ നിന്നല്ല. അദ്ദേഹത്തിൻ്റെ വാക്ക്, സമ്പത്ത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് സന്തോഷമുണ്ടാവുക എന്നത്. നമ്മളിപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഒരുമിച്ച് കൂട്ടി എന്ന് വെക്കുക. ആ പൈസ എന്ന് പറയുന്ന സാധനം അത് ഇല്ലാതെയാകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സന്തോഷമുണ്ടാവുക? ആ 10 ലക്ഷം രൂപ എന്നേക്കുമായി ഉപകരിക്കുന്ന ഒന്നിലേക്ക് കൊടുക്കുമ്പോൾ ആ ഉപകാരം എത്ര കാലം നടക്കുന്നുണ്ടോ ആ ഹാപ്പിനെസ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു 10 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു കാറ് വാങ്ങിച്ചാൽ ആ കാറ് ഏകദേശം ഒരു വർഷമാകുമ്പോഴേക്കും ഡിമിനിഷിങ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് സംഭവിക്കും. അത് ഡിമിനിഷ് ആയിക്കൊണ്ടിരിക്കും. അതിൻ്റെ സീമന്ത ഉപയുക്തത എന്നോ അങ്ങനെയൊക്കെയാണ് എന്തോ എക്കണോമിക്സിൽ അതിൻ്റെ പേര്. പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട് ആ പേരുകളൊക്കെ. നമ്മുടെ ഹാപ്പിനെസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇവൻ പ്രണയിച്ച് കല്യാണം കഴിച്ചാൽ പോലും പിറ്റത്തെ മാസം മുതൽ അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സൈക്കോളജി അറിയാത്തത് കൊണ്ടാണ് കുട്ടികൾക്ക്. പ്രണയിക്കുന്ന ആ സമയത്തെ പോലെയല്ല പിന്നെ കല്യാണത്തിലേക്ക് കടന്നാൽ അവരിങ്ങനെ വീമ്പത്തരം പറയും, ഞങ്ങൾ അതേ സ്നേഹത്തിലാണ്. അത് തെറ്റാണ്. അതുകൊണ്ട് അതിങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഓതന്റിക് ഹാപ്പിനെസ് കൂടിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു പാവം മനുഷ്യന് കിഡ്നിയുടെ രോഗം വന്ന്, ഒരു ഉദാഹരണം പറയാണ്,
ആ കിഡ്നിയുടെ രോഗം വന്ന് അദ്ദേഹത്തിൻ്റെ കിഡ്നി ഒന്ന് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയാൽ അദ്ദേഹത്തിൻ്റെ മക്കൾ പിന്നെയും വാപ്പയെ കാണാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആ പാവം മക്കൾക്ക് വേണ്ടി ഇത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഉദാഹരണമാണ്. ആ മനുഷ്യൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന കാലം, പിന്നെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ പൈസ കൊണ്ട് ആ കിഡ്നിയൊക്കെ മാറ്റിവെച്ച് പിന്നെയും ഈ കുട്ടികൾ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ കാലങ്ങൾക്ക് ശേഷം ആ കുട്ടികളൊക്കെ വലുതായി ഒരുപാട് ഉയരങ്ങളിലെത്തി, ഈ പിതാവിൻ്റെ പ്രചോദനത്തോടു കൂടി എത്തി. അവരുയരങ്ങളിലെത്തുമ്പോൾ ആത്മാർത്ഥമായൊരു മനുഷ്യന് ഇത് തൻ്റെ ഉള്ളിൽ ഓർമ്മ വരുമെങ്കിലും പുറത്തു പറയാതെ ഉള്ളിൽ നീറിപ്പുകയുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൻ്റെ പേരാണ് ഓതന്റിക് ഹാപ്പിനെസ്. നിങ്ങൾ എത്ര AI വികസിച്ചു എന്ന് പറഞ്ഞാലും, എത്രമാത്രം ടെക്നോളജി ഉയരങ്ങളിലേക്ക് പോയി എന്ന് പറഞ്ഞാലും എല്ലാം ഓതന്റിക് അല്ല, അതെല്ലാം സിന്തറ്റിക് ആണ്. എന്താ സിന്തറ്റിക്? താൽക്കാലികമായി നമുക്ക് കിട്ടുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഹാപ്പിനെസ്സിൻ്റെ പേരാണ് സിന്തറ്റിക്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിച്ച് ഉന്നതമായ അവസ്ഥയിലെത്തിച്ച് ഒക്കെ ശരി തന്നെ, പക്ഷെ ആ കുട്ടികൾ ഭാവിയിൽ നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കെല്ലാം വൃഥാവിലായി എന്ന് തോന്നുന്ന ഒരവസ്ഥയുണ്ടാകും. കാരണം അത് സിന്തറ്റിക് ഹാപ്പിനെസ്സിലേക്ക് മാറും. കാരണം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നല്ല സ്കൂളിൽ പഠിപ്പിച്ചു ശരി, നല്ല ഡിഗ്രി കൊടുത്തു ശരി, നല്ല PG കൊടുത്തു ശരി, നിങ്ങൾ US കൊണ്ടുപോയി ശരി, US അവനെത്തി അവിടുത്തെ ഫിലോസഫി ഏറ്റെടുത്ത്. US എല്ലാ കുട്ടികളും മോശമൊന്നുമല്ല കേട്ടോ, എനിക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ US ഉണ്ട്. അവിടെയുള്ള ആളുകളുടെ ഫിലോസഫി ഏറ്റെടുത്ത് ആ ഫിലോസഫിയെ തലയിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച്, അങ്ങനെ പാരൻസ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല, അവരുടെ കടമയായിരുന്നു എന്നെ പഠിപ്പിക്കേണ്ടത്, അവരുടേതായ ബോധ്യങ്ങളായിരുന്നു എന്നെ പഠിപ്പിക്കേണ്ടത് എന്നൊക്കെ വിചാരിച്ച് അവസാനം വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി, വൃദ്ധസദനത്തിലേക്ക് എപ്പോഴെങ്കിലും ഒരു 5000-ഓ 10,000-ഓ അയച്ചു കൊടുക്കുന്ന വെറും ഒരു മകനായി വളർത്തുന്ന സമയത്ത് അതിൻ്റെ വേദന നിങ്ങൾക്കറിയാൻ പറ്റും. നമ്മൾ കണ്ണിലുണ്ണിയായി വളർത്തി വലുതാക്കിയ ഒരു കുട്ടി ഉയർന്നു പോയി US വലിയ കമ്പനിയിലെത്തി എന്നതൊക്കെ ശരിയാണ്. പക്ഷെ ആ കുട്ടി പിന്നീട് തന്നോടൊരു കണക്ഷൻ ഇല്ലാതെ പോകുമ്പോൾ, താൻ ഒരു ഒന്നുമേ അല്ലെന്ന് തോന്നുമ്പോൾ, അതെല്ലാം അന്നത്തെ നിമിത്തങ്ങൾ മാത്രമായിരുന്നു എന്ന് തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു വേദന വരാനുണ്ട്. നേരെ മറിച്ച് നമ്മുടെ കുട്ടി ഹാർവാർഡിൽ തന്നെ എത്തിയെന്ന് വെക്കുക. ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റി എന്ന് അവകാശപ്പെടുന്നത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി, അവിടുന്ന് PhD കഴിഞ്ഞിട്ട് ഇറങ്ങി, ലോകത്തിലെ ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് അവൻ കയറി. എന്നിട്ടും എല്ലാ ദിവസവും US നിന്ന് വിളിക്കാണ്, ഉമ്മ നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ, നിങ്ങൾ കാണാഞ്ഞിട്ട് എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് തോന്നുന്ന വല്ലാത്തൊരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തെയും ആ ദുഃഖത്തെയും ഒരു മാതാവിന് മാത്രം തിരിച്ചറിയുന്നവന്നാണ്. ഞാൻ പറയുന്നത് ഏത് ട്രാക്കിലൂടെ നമ്മുടെ കുട്ടികളെ വളർത്തണമെന്നതാണ്. നമ്മുടെ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ അയച്ചോളൂ, നന്നായിട്ട് പഠിപ്പിച്ചോളൂ. അവരെല്ലാവരും നീട്ട് കഴിയട്ടെ, അല്ലെങ്കിൽ JEE കഴിയട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ സ്ട്രാറ്റജിക്കൽ തോട്ട്സൊക്കെ കഴിഞ്ഞ്, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ അവരെത്തട്ടെ. പക്ഷേ ഓരോ സമയങ്ങളിലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുട്ടികൾക്കറിയാവുന്ന കഥാപാത്രത്തിന്, അദ്ദേഹം ഒരു ഫുട്ബോളർ ആണെങ്കിൽ പോലും, ലോകത്തിലെ ഏറ്റവും നെറുകയിലെത്തിയ ഫുട്ബോളർ ആണെങ്കിൽ പോലും, അമ്മ എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തോട് ഒരിക്കൽ തമാശ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇൻ്റർവ്യൂവിൽ, നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് ലോകകപ്പ് കിട്ടലാണോ വലുത്, അത് അമ്മയുടെ കൂടെ ജീവിക്കലാണോ എന്ന്. അദ്ദേഹം ആലോചന പോലും ഇല്ലാതെ പറയുന്നു, ലോകകപ്പ് എനിക്ക് കിട്ടേ വേണ്ട, എനിക്ക് എൻ്റെ അമ്മ കൂടെ മതിയെന്ന്. അത് പറയുന്നത് റൊണാൾഡോ എന്ന കളിക്കാരനാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ പ്ലെയേഴ്സ് പോലും അമ്മയെ നെഞ്ചിൽ ചേർക്കുന്ന ഒരു കാലം. ലോകകപ്പ് കിട്ടണമെന്നല്ല, ഓരോ കളിക്കാർക്കറിയാം, അത്യാവശ്യമൊക്കെ ഫുട്ബോൾ കളിച്ച് വളർന്നതന്നെ നമ്മളും. ലോകകപ്പിൻ്റെ അങ്ങേയറ്റത്തെത്തിയിട്ട് അതാണോ വേണ്ടത്, അമ്മയുടെ കൂടെ ജീവിക്കണമെന്ന് ചോദിക്കുമ്പോൾ ശങ്കയില്ലാതെ പറയുന്നത് അമ്മയുടെ കൂടെ എന്നതാണ്. ഈ അമ്മ ആരാന്നറിയോ? ഒരു വേള തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച അമ്മ കൂടിയാണ്, അബോർഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച സ്ത്രീ കൂടിയാണ്. എന്നിട്ടും ഏത് ലോകകപ്പിലും എന്നും അമ്മക്ക് വിളിക്കുന്നൊരു കളിക്കാരൻ്റെ പേര് കൂടിയാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു ബന്ധം എല്ലാവർക്കുമുണ്ട്, ഓരോ മനുഷ്യർക്കുമുണ്ട്. ആ ബന്ധത്തെ ഇല്ലായ്മ ചെയ്യുന്നൊരു വേദന നമ്മൾ അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇനിയുള്ള കാലം വരാൻ പോകുന്നത്. എത്ര നടന്നു? 3000-ലേറെ കുട്ടികൾ മലബാറിൻ്റെ പ്രദേശത്തുനിന്ന് പോയി എന്നാണ് ഏകദേശ കാനേഷുമാരി കണക്ക്. ആ കണക്കിൽ കൂടുതലും ഉമ്മ പോലും കരഞ്ഞ് നിലവിളിച്ചിട്ട്, പർദ്ദയണിഞ്ഞ ഉമ്മ ചെന്ന് കാലിൽ പിടിച്ചിട്ട്, കോടതിയുടെ വരാന്തയിൽ വെച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട്, അവസാനം ഉമ്മയെപ്പോലും കാലുകൊണ്ട് തട്ടിയിട്ടാണ് ആ പെണ്ണ് ഈ ലോകത്തിൽ നിന്നും മെല്ലെ നടന്നു നീങ്ങിയത്, അഥവാ ഉമ്മയിൽ നിന്നും അകന്നു പോയത്. എവിടെ വെക്കും ഈ വേദനകളെ? അതുകൊണ്ടൊരു സൊസൈറ്റിക്ക് ഒരു സ്ട്രക്ചറുണ്ട്, ഈ ലോകത്തിൽ എല്ലാറ്റിനും ഒരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിനെ തകർക്കുന്ന ഈ ലോകത്തിലേക്ക് നമ്മുടെ കുട്ടികളെ എറിഞ്ഞു കൊടുക്കരുത്. ഉദാഹരണത്തിന് നമ്മുടെ കേരള പോലീസിൻ്റെ സിസ്റ്റം നോക്കിക്കോ നിങ്ങൾ, അതൊരു സ്ട്രക്ചർ ഇല്ലേ? അതിന് ഏറ്റവും താഴെ കിടക്കുന്ന കോൺസ്റ്റബിൾ, പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ,
പിന്നെ SI അല്ലെങ്കിൽ ASI നമ്മൾ SI CI പിന്നെ ഏത് പിന്നെ DYSP, അതിൻ്റെ അപ്പുറത്തേക്ക് SP, അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ പോവല്ലേ. അങ്ങനെ ഐജിമാരെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന DGP. ആ DGP എന്ന് പറയുന്ന അത് ഒരാളെ ഉണ്ടാവുള്ളൂ, DGPമാർ 1000 ഉണ്ടാവില്ല. ആ ആളിങ്ങനെ കൊടുക്കുന്ന നിർദ്ദേശം അല്ലെങ്കിൽ ആ സ്ട്രക്ചർ, ആ ഒരു സ്ട്രാറ്റജി, അതിലൂടെ അല്ലേ താഴെ ലെവലിലേക്ക് പോവാ. അതൊരു സ്ട്രക്ചർ അല്ലേ. ആ സ്ട്രക്ചറിനെ തകർത്തുകൊണ്ട് പോലീസുകാർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇവിടെ കമ്പനി അറിയുന്ന നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ വടകരയിലുണ്ടല്ലോ, ഈ പ്രദേശത്തുണ്ടല്ലോ. അവരോട് ചോദിച്ചു നോക്കി, ഈ കൂട്ടത്തിലുണ്ടാവും. ഈ പറയുന്ന HR-ഉം മാർക്കറ്റിങ്ങും ഫിനാൻസും ഓപ്പറേഷനും പ്രൊഡക്ഷനും ITയും ഇതൊക്കെ ബിസിനസ്സിൽ വേണ്ട കാര്യങ്ങളാണ്. HR മാനേജറെ പിടിച്ചിട്ട് ബ്രാൻഡിങ്ങിൻ്റെ ആളാക്കില്ല, കാരണം അതിന് വേറെ മാനേജർ ഉണ്ട്. അവിടെ മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറഞ്ഞ ആളുണ്ട്. CEO-നെ പിടിച്ചിട്ട് CFO ആക്കില്ല, CFO-നെ പിടിച്ച് CAO ആക്കില്ല, CAO-നെ പിടിച്ചിട്ട് CEO ആക്കില്ല. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമാണ്. ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വേറെയാണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വേറെയാണ്, ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വേറെയാണ്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ വേറെയാണ്, CTO ചീഫ് ടെക്നിക്കൽ ഓഫീസർ വേറെയാണ്. എല്ലാം കൂടി ഉണ്ടാകുമ്പോഴാണ് ഒരു വലിയ കമ്പനി നിലനിൽക്കുന്നത്. ആ സ്ട്രക്ചർ അവിടെ നിർബന്ധമാണ്. ഇതേപോലെ സൊസൈറ്റി നിലനിൽക്കണമെങ്കിൽ ഒരു സോഷ്യൽ കോൺസെപ്റ്റ് നിർബന്ധമാണ്. ആ സോഷ്യൽ കോൺസെപ്റ്റിനെ തകർക്കാൻ പാടില്ല. ഒരു ഫാമിലി നിലനിൽക്കണമെങ്കിൽ ഫാമിലി സ്ട്രക്ചർ എന്ന് പറഞ്ഞത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ അഴുകുഴമ്പൻ മട്ടായി പോകൂലേ. ഉദാഹരണത്തിന് അതിൻ്റെ ടോപ്പ് അതോറിറ്റി, അവിടെ ആര് വേണമെന്നതൊക്കെ ചിലപ്പോൾ തർക്കമാകാം. ഞാൻ പറയുന്നത് അവിടെ ഉമ്മയുടെ ഹൃദയവും ഉപ്പയുടെ ബുദ്ധിയും ഒരുമിച്ച് കിട്ടണം ഒരു കുട്ടിക്ക്. ഒന്നും കൂടി പറയാം, ഉമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് ഹൃദയമാണ്. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു പാപത്തിൻ്റെ പേരാണ് ഉമ്മ എന്നത്. ആ സ്നേഹം കൂടുതൽ കിട്ടേണ്ടത് ഉമ്മയിൽ നിന്നാണ്. ഉമ്മയ്ക്ക് എത്ര ബുദ്ധിയുണ്ടെങ്കിലും ആ ബുദ്ധിയെയും ഓവർകം ചെയ്യേണ്ടത് നിങ്ങളുടെ സ്നേഹമാണ്. ഒരു പിതാവിന് എത്ര സ്നേഹമുണ്ടെങ്കിലും അതിനേക്കാൾ കുറച്ചും കൂടി ഓവർകം ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളാണ്. തൻ്റെ മകനെ ഇന്ന രൂപത്തിലേക്ക് എത്തിക്കണമെന്ന്. ഇതിൻ്റെ അർത്ഥം സ്നേഹമില്ല എന്നല്ല. കാരണം രണ്ടാളും വെറും സ്നേഹിച്ചിട്ട് ഇങ്ങനെ കുട്ടിയെ ഇങ്ങനെ പുലുകിങ്ങനെ കൊണ്ടുപോയാൽ ആ കുട്ടി പിന്നെ ഒന്നിനും പറ്റാത്ത മോനായി മാറും. പിതാവ് ധൈര്യം കൊടുക്കേണ്ട ആളാണ്, പിതാവ് സ്ട്രാറ്റജി കൊടുക്കേണ്ട ആളാണ്, പിതാവ് അറിവ് കൊടുക്കേണ്ട ആളാണ്, അവൻ്റെ ഗൈഡാണ്, അവൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പിതാവ് അധ്യാപകൻ പഠിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ ലോകത്തിൽ പഠിക്കേണ്ടി വരും. അപ്പോൾ പിതാവിൻ്റെ ബുദ്ധിയും കിട്ടണം, മാതാവിൻ്റെ ഹൃദയവും കിട്ടണം. ഇങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് പോകുമ്പോഴാണ് സത്യത്തിൽ ഇതെല്ലാം നടക്കുന്നത്. ടെക്നോളജി നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് ഇടപെടാൻ സാധിക്കണ്ടേ? സമയമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നത്. ടെക്നോളജി നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്? ഈ മൊബൈലിൽ നിങ്ങൾ ഏത് ഇതിലേക്ക് പോയാലും നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇപ്പോൾ ChatGPT എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടാവും. ഇതിൽ ChatGPT ഉപയോഗിക്കുന്ന ആൾക്കാരൊന്ന് കൈപ്പൊക്കിയാട്ടെ, ജസ്റ്റ് ഒന്ന്. കുറച്ച് ആൾക്കാരുള്ളൂ ഈ സദസ്സിൽ തന്നെ. ഈ 5-6 ആൾക്കാരെ ഞാൻ കാണുന്നുള്ളൂ. ഇനി ChatGPT ഉപയോഗിക്കാത്ത കുട്ടികൾ പോലും ഉണ്ടാകില്ല. കാരണം പ്രൊജക്റ്റ് നിങ്ങൾക്ക് കിട്ടണം അതിമനോഹരമായിട്ട് തയ്യാറാക്കാൻ ChatGPT കയറിയാൽ മതി. എത്ര സുന്ദരമായ പ്രൊഡക്റ്റ്! കാരണം ക്ലൗഡാണ്. ഈ ക്ലൗഡിൽ നിന്നിട്ട് ഏത് മെത്തേഡും നമുക്ക് വാർത്തെടുക്കാം, എന്ത് റിസർച്ചിലേക്കും നമുക്ക് പോകാം. അതിമനോഹരമായിട്ട് അതിലേക്ക് നമ്മൾ ഇപ്പോൾ വാട്സപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ChatGPT ഉപയോഗിക്കുന്നത് ഇപ്പോൾ 1 കൊല്ലം കൊണ്ട് 2 കൊല്ലം കൊണ്ടാണ് ഫ്ലറിഷ് ആവും. ഞാൻ പറയുന്നത് ഇതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചോ. പോസിറ്റീവായിട്ട് എങ്ങനെയാണ് പഠിച്ചു പോകേണ്ടത് എന്ന് ടെക്നോളജി നമ്മളെ കുട്ടികൾക്ക് കൊടുത്തേക്ക്. ഭാഷ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് ഭാഷാപരമായ രീതിയെക്കുറിച്ച് ടെക്നോളജി കൊടുത്തേക്ക്. ടെക്നോളജി മാറ്റിവെക്കലല്ല യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ട ഡിപ്ലോമസി. മനുഷ്യൻ ഇമോഷണൽ ആകും അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ആവും. എന്താ ഇമോഷണൽ ആവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈകാരികമായി പ്രതികരിക്കുന്ന ആളാകരുത് നമ്മൾ. കുട്ടിക്കൊരു പ്രണയമുണ്ടെങ്കിൽ ആ പ്രണയത്തെ കൈകാര്യം ചെയ്യേണ്ടത് ഇമോഷണലി അല്ല. ആ കുട്ടിയോട് ഡിപ്ലോമാറ്റിക്കായിട്ട് പെരുമാറണം, തന്ത്രപരമായി പെരുമാറി, അതും തന്നെ അവൻ്റെ മൂല്യങ്ങൾ നോക്കി, അവൻ്റെ ഹിതം നോക്കി, മറ്റുള്ളവരുടെ ഹിതം നോക്കി, അതിലുള്ള വാല്യൂസ് നോക്കി, അതിലുള്ള കോൺഫ്ലിക്റ്റ് നോക്കി വളരെ ബുദ്ധിപരമായിട്ട് കളിക്കേണ്ട ഒരാളുടെ പേരാണ് പിതാവ്. അത് വെറും കളിയല്ല. ആ ഒരു രീതിയിൽ ടാക്ടിക്സ് ഉപയോഗിക്കാൻ ഒരു പിതാവിന് സാധിക്കണം. മകള് പ്രണയിക്കുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് അപ്പുറത്തുള്ള പ്രണയിക്കുന്നവനെ ഗുണ്ടകളെ വിട്ട് അടിക്കാനും സ്വന്തം പിതാവ് പോലെ അടിക്കാനും നിൽക്കരുത്. ഭാവിയിൽ ഒരു പക്ഷേ കല്യാണത്തിലേക്ക് മാറിയേക്കാം. അപ്പം മരുമകനത്തെ ചമ്മോശനായി എന്നും നമ്മൾ നിൽക്കേണ്ടി വരും. കാരണം അതിനെയൊക്കെ വേറെ രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്. എന്നോടിങ്ങനെ കുറേ ആൾക്കാർ വന്ന് പറയുന്നത്, ഞാൻ ലൈവായിട്ട് അങ്ങോട്ട് പറയുന്നത്, എന്നോട് വന്നിട്ട് പറയും, സാറേ എന്തായാലും സമ്മതിക്കാൻ പറ്റില്ല. ഞാൻ പറയും, കുഫുവൊക്കെ പ്രണയം നമ്മളൊരിക്കലും സമ്മതിക്കൂല കേട്ടോ, വേറെ കാര്യം. എന്നാലും അങ്ങനെ ആയിപ്പോയാൽ ഇത് പരസ്പരം ഒന്നും ആക്കിക്കൂടെ. കാരണം അതും നല്ല കുടുംബമാണ്. പ്രണയിച്ചു എന്നുള്ളത് ശരിയാണ്, തെറ്റാണ്. പക്ഷേ എന്നാലും ഇതൊന്ന് ഒരുമിപ്പിച്ചൂടെ? പറ്റൂല സാറേ. എന്നാൽ എന്തെന്ന് ഞാൻ ചെറുതായിട്ട് ഓനൊന്ന് അടിച്ചിട്ടുണ്ടെന്ന് ആടിയൊന്നോടെ കിടക്കണം. അതുകൊണ്ട് നമുക്ക് വേണ്ടാത്തതാണോ? നമ്മളൊരിക്കലും അങ്ങനെ കൈകാര്യം ചെയ്യരുത്. കാരണം
പരസ്പരം പ്രണയിക്കുക എന്നത് മനുഷ്യൻ്റെ ഉള്ളിലിട്ട് കൊടുത്തൊരു സാധനമാണെങ്കിൽ പ്രണയിക്കാതിരിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് ആ കുട്ടിയുടെ ഈമാനിനെ നിങ്ങൾ എന്താക്കണമായിരുന്നു, ഉയർത്തണമായിരുന്നു. ഞാനിതിലൊന്നും പെടുന്ന ഒരാളല്ലെന്ന്. അതങ്ങനെ തന്നെയല്ലേ ബുദ്ധിമാന്മാരും. ഭയങ്കര ബുദ്ധിയുള്ള കുട്ടികളുണ്ടല്ലോ, ഒരുപാട് ഉയരങ്ങളിലേക്ക് പഠിച്ചു പോകുന്നു, അവർക്കൊന്നും പ്രണയിക്കാൻ നേരമില്ല. നിങ്ങൾ IIT പോയിട്ട് പ്രണയത്തെക്കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് നോക്കിയാട്ടെ, അതിനെപ്പറ്റി ആലോചിക്കാൻ തന്നെ ഇവിടെ നേരമില്ല. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. കാരണം കുട്ടികൾക്ക് ഒരുപാട് ലോഡ് കൊടുക്കുമ്പോൾ വേറെ തിരിയാൻ നേരമില്ലല്ലോ. ഇത് ഉണ്ടിരിക്കണം മാപ്പിളക്കൊരു വിളിയോ നീ എന്ന് പണ്ടൊരു ചൊല്ലുണ്ട്. ഇതേപോലെ ഒഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു തോന്നലല്ല സത്യത്തിൽ ഇത്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ആ ഒരു ലോകത്തിലേക്ക് കയറ്റണം. അതിനെന്താ വഴി? ഈ ടെക്നോളജി എന്ന് പറഞ്ഞത് അതൊരു ഭാഗമാണെങ്കിൽ അതിനെ പറ്റിയിട്ട് 1-2 കാര്യം മാത്രം പറയാം. ഇതിനെ പോസിറ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആദ്യം നമുക്ക് ഈ കാര്യം അറിയണം. ഫേസ്ബുക്കും വാട്സപ്പും മാത്രമല്ല സത്യത്തിൽ ഈ മൊബൈലിലുള്ളത്. അതിൻ്റെ പിറകിൽ കുറേ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, കുട്ടികൾക്ക് അതിമനോഹരമായിട്ട് ലാംഗ്വേജ് പഠിക്കണോ, ലാംഗ്വേജ് വിത്ത് ടിഫാനി ഒരു ഉദാഹരണം പറയാം. അതിലേക്ക് പോകണം. എന്നിട്ട് അവരുമായിട്ട് എന്ത് ചെയ്യണം തന്നെ കോൺവെർസേഷൻ നടത്തി. ഇപ്പോൾ AI കോൺവെർസേഷൻ നടത്തുന്ന കുട്ടികളുണ്ട്. എനിക്കറിയാവുന്ന കുറേ കുട്ടികളുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാവാം, അല്ലാത്തതാവാം. പറഞ്ഞു കൊടുത്ത കുട്ടികൾ തന്നെ കുറേ ഉണ്ട്. AI എന്ന് പറഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ലാംഗ്വേജിൻ്റെ മൊത്തം തെറ്റുകളെ AI നമുക്ക് തിരുത്തി തരും. ഫോർ എക്സാമ്പിൾ, ഹൗ ആർ യു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻ എന്ന് പറയും. വാട്സാപ്പ് എന്നുള്ളത് പുതിയ ടേമാണ്. വാട്സാപ്പ് എന്ന് പറഞ്ഞാൽ വാട്സാപ്പ് അല്ല, വാട്സ് അപ്പ് എന്നതാണ്. അപ്പോൾ AI ലാംഗ്വേജിലേക്ക് വരുമ്പോൾ US വാട്സാപ്പ് എന്തുണ്ട് പുതുതായിട്ട് എന്നതാണ് വാട്സ് അപ്പ്. UP AP അല്ല, UP. അത് വാട്സ് അപ്പ് എന്തുണ്ട് പുതിയതായിട്ട്. പറ്റതാണേ ഇങ്ങനെ ഓരോന്ന് പോളിഷ് ചെയ്ത് സ്റ്റൈലിഷ് ചെയ്ത് കുട്ടികളുടെ ലാംഗ്വേജ് അതിമനോഹരമായി AI ഡെവലപ്പ് ചെയ്ത് തരും. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കുട്ടികളെ ലാംഗ്വേജ് എങ്ങനെ പഠിപ്പിക്കണം? കൺസ്ട്രക്റ്റീവ് ഗെയിം. കുട്ടികൾക്ക് അതൊന്ന് കൊടുത്തു നോക്ക്, അതിമനോഹരമായിട്ട് അവരതിലിരിക്കും. ഗെയിം ഏതായാലും കുട്ടികൾ കളിക്കുന്നുണ്ട്, പക്ഷേ കൺസ്ട്രക്റ്റീവ് ആവട്ടെ. നമ്മുടെ കുട്ടികൾ കളിക്കുന്ന ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോക്കെടുക്കുക, വെടിവെച്ച് അങ്ങനെ പോവുക, അവിടെ ഒരു കാറ് കാണും, ആ കാറിലുള്ള ആളെ കൊല്ലുക, എന്നിട്ട് അതിനെന്താക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കളി? കുട്ടികൾ കളിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കണ്ടിരിക്കണം. എന്നിട്ട് ആ കാറ് കട്ടെടുക്കുക, കളവന്നെ പരിപാടി. കൊല്ലുക, കക്കുക, കൊല്ലുക, കക്കുക, കൊല്ലുക, കക്കുക. ഇതാണ് ഗെയിം. ഒരു ഗെയിം അതാണ്. അങ്ങനെ അവസാനം എന്താകും? ഇതിങ്ങനെ പോയാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്ന സമയത്ത് ഈ പറയുന്ന കൊല്ലൽ നടന്ന് അവനിങ്ങനെ വന്നിട്ട് അവരൊക്കെ തകർത്ത് അവസാന പോയിന്റിലേക്ക് എത്തുമ്പോൾ നെറ്റാണ്ട് ഓഫാവും. നെറ്റ് ഓഫാകുമ്പോൾ ഉമ്മാൻ്റെ മൊബൈലിൽ പായും. കാരണം ഇതിപ്പം ഇവിടെ ഫൈനലിൽ എത്താറായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണ്. ആ ഗെയിം തന്നെ ആവണമെന്നില്ല. ഫൈനലിൽ എത്താൻ നേരത്തെ എന്തായെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഉണ്ടല്ലോ ഈ സീരിയൽ വളരെ സീരിയസ് ആയിട്ടുണ്ടായിരുന്ന സമയത്ത് കറണ്ട് പോയാൽ അപ്പുറത്തെ ലേഡി വിളിച്ചിട്ട് ചോദിക്കത്ര എന്തായി ഓള് പിന്നെയെന്ന്. ഇങ്ങനെ സ്ത്രീകൾ ചോദിക്കുന്നത് പോലെ ഇതിൻ്റെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് ഉമ്മൻ്റെ മൊബൈൽ തേടിപ്പോകുന്നു. ഉമ്മ അപ്പളാ കൊടുക്കൂല എന്ന് പറഞ്ഞത്. ആ സമയത്താണ് എന്താക്കുന്നത്? കത്തി കൊണ്ട് ചങ്കിന് കുത്തുന്നത്. കാരണം ഈ കുട്ടി ഡിസ്ട്രക്റ്റീവ് ഗെയിമാണ് കളിച്ചത്. എന്താണ് കൺസ്ട്രക്റ്റീവ് ഗെയിം, എന്താണ് ഡിസ്ട്രക്റ്റീവ് ഗെയിം? ഈ 2 ഗെയിമുകൾ നമ്മൾ അറിയണ്ടേ. ഗെയിമിൽ ഡിസ്ട്രക്റ്റീവ് ഏതൊക്കെയാണ്? മനുഷ്യനെ തകർത്ത് തകർപ്പത്തിലേക്ക് വെറും തരിപ്പണമാക്കി കൊണ്ടുപോകുന്ന ഒരാളുടെ മെൻറ്റാലിറ്റി അക്യുമുലേറ്റ് ചെയ്തിട്ട്. ശ്രദ്ധിക്കണേ, എന്താ അക്യുമുലേഷൻ? ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്നും സംസാരിക്കുന്ന, ഇപ്പം നിങ്ങൾ സമദാനി സാഹിബിൻ്റെ സ്പീച്ച് ആയിട്ടാണ് ഞാനൊരു ഉദാഹരണം പറയാൻ. അതിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ടാവും. നൈതികത, നൈമിഷികത, ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. അതൊക്കെ മലയാളത്തിൻ്റെ പദങ്ങൾ തന്നെയാണ്. പക്ഷേ മൂപ്പർക്കൊരു മെൻ്റൽ ഡിക്ഷണറി ഉണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇപ്പം ഇദ്ദേഹത്തിനൊരു മെൻ്റൽ ഡിക്ഷണറി ഉണ്ടാവും, എനിക്കൊരു മെൻ്റൽ ഡിക്ഷണറി ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന പദങ്ങൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുക. അത് മനുഷ്യൻ്റെ ഒരു രീതിയാണ്. ഇതേപോലെ ഗെയിം കളിച്ച് മെൻറ്റാലിറ്റി അതായി മാറും. ആ മെൻറ്റാലിറ്റി എന്ന് പറയുന്ന ഇത് നമ്മളിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഡിസ്ട്രക്റ്റീവ് മൈൻഡിലേക്ക് നമ്മൾ മാറും. അത് പിന്നീട് എന്തായി മാറും? ഒരു ക്രോണിക് ഡിസീസ് പോലെ അതിങ്ങനെ മെല്ലെ ഒരു അസുഖത്തിലേക്ക് മാറും. അതിൻ്റെ മുമ്പ് എപ്പിസോഡിക്കൽ സ്ട്രെസ് വരും, അഥവാ എപ്പിസോഡായിട്ടായിരിക്കും സ്ട്രെസ് വരിക. ഇതൊരു സൈക്കോളജിക്കൽ ക്ലാസ് എടുക്കാൻ പറ്റുന്നൊരു സന്ദർഭം അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്താ എപ്പിസോഡിക്കൽ സ്ട്രെസ്? ചില ഘട്ടത്തിൽ മാത്രം വരികയും ചിലപ്പോൾ ഇല്ലാതെയാകുകയും ചെയ്യുന്നതാണ് എപ്പിസോഡിക്കൽ സ്ട്രെസ്. അത് പിന്നെ ക്രോണിക് സ്ട്രെസ് ആയിട്ട് മാറും. എപ്പോഴും അവൻ്റെ പ്രകൃതം അങ്ങനെ ആയിക്കൊണ്ടിരിക്കും. പിന്നെന്താകും? അവൻ നേരെ ഡിപ്രഷനിലേക്ക് തിരിയും. ഇങ്ങനെ ഓരോ മൂഡ് സ്വിങ് വന്ന് കുട്ടി നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. ഈ സമയത്തെല്ലാം
ഞാൻ വെറും പറയുന്നത് മതം പണ്ട് ക്ലീശയെ പോലെ ചർച്ച ചെയ്യുന്ന ഒരവസ്ഥയിലേക്കല്ല. കാരണം ആശ്വാസത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് എല്ലാം ഒരു സന്തോഷമുണ്ടാകുമ്പോൾ ആ സന്തോഷം അവൻ പ്രകടിപ്പിക്കണം. പ്രകടിപ്പിക്കുന്നത് ആദ്യം അള്ളാഹുവിലേക്കായിരിക്കണം. ഒരു ദുഃഖം വരുമ്പോൾ അതവൻ പ്രകടിപ്പിക്കണം. ആ പ്രകടനം അവൻ അള്ളാഹുവിലേക്കായിരിക്കണം. ഇത് ശീലിപ്പിച്ചാൽ വളരെ എളുപ്പമാണ്. ഉദാഹരണത്തിന്, അവൻ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒരു ആക്സിഡൻ്റ് ആയി, അത്ഭുതകരമായി അവൻ രക്ഷപ്പെട്ടു. അവന് ഒളുണ്ടോ ഒളിയില്ലയോ, അത് വേണോ വേണ്ടോ, അതൊക്കെ വേറെ തർക്കങ്ങളാണ്, ഫിഖ്ഹിയായ മസ്അലകളാണ്. പക്ഷെ അവിടെ വെച്ചിട്ട് അവിടെ നിന്നൊരു അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്ന ഒരു മകനായി നമ്മുടെ കുട്ടി മാറുമ്പോഴാണ്. സിക്സർ അടിക്കുന്ന സമയത്ത് മൊയ്നുൽ ഹക്കിൻ്റെ അല്ലെങ്കിൽ മൊയ്ൻ്റെ ഈ സിക്സർ അടിക്കുന്ന സമയത്ത് സുജൂദ് ചെയ്യുന്ന കുട്ടി കണ്ട് അതിനനുകരിക്കലല്ല, എൻ്റെ അള്ളാഹുവാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും ഈ അത്ഭുതകരമായി എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഇപ്പോൾ എൻ്റെ അള്ളാഹുവാണെന്നും അവൻ അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടേയിരിക്കണം. ഈ അനുഭവമാണ് ഇനി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അറിവിനേക്കാൾ പ്രധാനപ്പെട്ടത് അനുഭവമാണ്. എന്തുകൊണ്ടാണ് എത്തീസ്റ്റുകളായ ആളുകൾ അറിവ് വെച്ച് പറയുന്നത്? കാരണം അവർക്ക് അനുഭവമില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ നേരെ മറിച്ചിട്ട് നിങ്ങൾക്ക് 1000 അനുഭവങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ സങ്കടങ്ങൾ ഇല്ലാതെയായ അനുഭവങ്ങൾ ഉണ്ടാകും. മനുഷ്യന് എക്സ്ട്രീം ദുഃഖങ്ങൾ വരുമ്പോൾ അള്ളാഹു ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ അതുപോലും ഇല്ലാതെയാകും. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്, എനിക്കുണ്ടായ ഒരു അവസ്ഥ പറയാം. എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കല്യാണം പറയാൻ വേണ്ടി ഒരാൾ വന്നതാണ്, വിവാഹം ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം ഉപയോഗിക്കുന്നത് ബെൻസ് കാറാണ്. ആ സാധനം കുറച്ച് നിങ്ങൾക്കറിയാമല്ലോ, സഡാൻ വണ്ടിയാണ്. ആ സമയത്ത് അദ്ദേഹം ബാക്കിലേക്ക് കല്യാണം പറഞ്ഞിങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങിയ സമയത്ത് ബാക്കിലോട്ട് കാർ എടുത്തപ്പോൾ ബാക്കിലെ ടയറിൻ്റെ ചുവട്ടിൽ 1 വയസ്സായ കുട്ടി ഇരിക്കുന്നത് ഇയാൾ കണ്ടില്ല. ആ കുട്ടിയുടെ മുകളിലൂടെ കയറിപ്പോയി. ആ കുട്ടി അന്ന് എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞു. നിങ്ങളറിയണം, എൻ്റെ ഈ സുഹൃത്തിന് 2 പെൺകുട്ടികളുണ്ടായിട്ടൊരു ആൺകുട്ടി ഉണ്ടായതാണ്. ലോകത്തിൽ ആരായാലും അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളൊരു പക്ഷെ അന്ന് തകരും. അന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അയാൾ ആക്രമിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ നിശബ്ദമായി നിന്നു. ആ കുട്ടിയുടെ കബറടക്കമെല്ലാം കഴിഞ്ഞ് അതിലടക്കം നമ്മൾ ചെല്ലുന്നത് ഈ കാർ ഓടിച്ചാലുണ്ടല്ലോ, അദ്ദേഹം എന്നെ അറിയുന്ന ഒരാളാണ്. അദ്ദേഹം മുമ്പ് ഒരു KMCCയുടെ നേതാവ് കൂടിയായിരുന്നു. അദ്ദേഹം എൻ്റെ നെഞ്ചിൽ ഇങ്ങനെ കിടന്നിട്ട് ഒരു കുഴഞ്ഞു വീണ പോലെ, ഇവരൊന്നും എന്നെ വഴക്ക് പറയുന്ന പോലും ഇല്ലല്ലോ സാർ എന്ന് പറഞ്ഞിട്ടാണ്. സാറേ, എന്നെ ഇവരൊന്ന് വഴക്ക് പറയുന്ന പോലും ഇല്ലല്ലോ എന്നതാണ്. കാരണം എന്താണെന്നറിയോ? ഈ കുട്ടി 3ാമതുണ്ടായ കുട്ടിയാണെന്നറിയാം. ഇങ്ങനെ മനുഷ്യൻ ഓരോ ഘട്ടത്തിലും ദുഃഖങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് വശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ എന്ന രോഗം വരുമ്പോൾ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് യഖീൻ ഒരിക്കലും പഠിപ്പിച്ചു കൊടുക്കണ്ട. അള്ളാഹുവിൻ്റെ ദാത്തിൽ നിന്നും സിഫാത്ത് പുറപ്പെടുത്തതിന് അഫ്ആലായി ആസാറായി തൻ്റെ ഉള്ളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതിനെ ബോധ്യപ്പെടുന്ന ഒരാൾക്ക് അള്ളാഹുവിനധികം പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല. അതിനു വേണ്ടിയിട്ടാണ് ഖുർആനികപരമായ പഠനത്തിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകണമെന്ന് പറയുന്നത്. അതിന് ഇസ്ലാമിക് ലെവലിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പ്രസംഗിക്കാൻ ആളുകളുണ്ട്. എന്നാലും ഞാനും ഒരു മുസ്ലിം എന്ന അർത്ഥത്തിൽ എൻ്റെ ദൗത്യം ഞാൻ മുന്നോട്ട് വെച്ച് കൊള്ളട്ടെ. നമ്മുടെ കുട്ടികൾക്ക് ഖുർആൻ്റെ ആഴമേറിയ പഠനത്തിലേക്ക് കൊണ്ടുപോകണം. എന്തിനാ ഇവിടെ ഹിഫ്ളുൽ ഖുർആൻ? ഞാൻ ഈ കോളേജിനെ അല്ലെങ്കിൽ ക്യാമ്പസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വന്നതല്ല, ഞാൻ ഇതിൻ്റെ ആരുമല്ല. പക്ഷേ ഹിഫ്ളാണ് ഇവിടെ നടക്കുന്നത്. ഹിഫ്ള് എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട, നമുക്ക് 3 മക്കളുണ്ടെങ്കിൽ ഒരാളെയെങ്കിലും ഹാഫിലാക്കണമെന്ന ഒരു മോഹം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഒരാളെയെങ്കിലും, 3 ആളെയും ഹാഫിലാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത് വെറും എന്തിനെങ്കിലും വേണ്ടിയിട്ടല്ല. എന്നും ഖുർആൻ ഇങ്ങനെ തൻ്റെ ഹൃദയത്തിൽ കിടന്ന് കറങ്ങുന്നൊരു മകൻ തനിക്കുണ്ടാകട്ടെ. നാളെ നമ്മുടെ മഹ്ശറ വൻസഭയിൽ നമ്മൾ എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന സമയത്ത് ഹാഫിലായ മകൻ്റെ അഭിവാദ്യം കണ്ട് സന്തോഷപ്പെടുന്ന ഒരു ഉമ്മയുണ്ടാകട്ടെ. തന്നെയുമല്ല, അള്ളാഹുവിൻ്റെ മുമ്പിൽ തൻ്റെ മാതാവിനെ വിളിച്ചു പറയുന്ന ഒരു ഹാഫിലായ മകൻ്റെ ഒരവസ്ഥയുണ്ടാകട്ടെ. അതുമാത്രമല്ല, കിരീടം വെച്ച് അലങ്കരിച്ചിട്ട് ഇതൊരു ഹാഫിലിൻ്റെ മാതാവാണ് എന്ന് അള്ളാഹു ആദരിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാകട്ടെ. അങ്ങനെ ആഖിറത്തെ വിശ്വസിച്ചുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട്, ബോധ്യപ്പെട്ടുകൊണ്ട് തൻ്റെ മക്കളിൽ ഒരാളെയെങ്കിലും ഹാഫിലാക്കണമെന്ന ഒരു ബോധ്യം ഈ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ഉണ്ടാകണം. നമ്മളെ മക്കളെ നമ്മൾ ഡോക്ടറാക്കുന്നു, എഞ്ചിനീയറാക്കുന്നു. എനിക്കറിയാം ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ഹാഫിലിങ്ങളെ. ഇനി നിങ്ങൾ ഹിഫ്ള് ചെയ്ത് കഴിഞ്ഞാൽ വേറെലേക്ക് തിരിയാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട. അതിനൊക്കെ മോഡലായിട്ട് ഇവിടെ കുറേ കുട്ടികളുണ്ട്. ഹിഫ്ള് കഴിഞ്ഞാൽ IIT-യിലേക്ക് പോകാൻ പറ്റില്ല നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം അള്ളാഹു അപാരമായ ഓർമ്മശക്തി അവർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു സൂറത്ത് യാസീൻ തന്നെ ഇങ്ങനെ ഓതുമ്പോൾ മുബീൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാണ്. ഞാനൊരു ഉദാഹരണം പറയാം. പക്ഷെ ഹാഫിലിങ്ങളായ കുട്ടികൾ ഈ കാണുന്ന 30 ജുസ്ഇനെയും എവിടുന്നൊക്കെ എടുത്ത് ഓതുന്നറിയോ നിങ്ങൾ? ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ കുട്ടി വന്നിട്ട് അവൻ അൽഫിത്രയിൽ പഠിച്ചതായിരിക്കും എന്തായാലും. കാരണം ഇമോഷണൽ ഇൻ്റലിജൻസ് ആണത്. കാരണം അവൻ ഇവിടെ ഇന്ന് ഓതിയിട്ടുള്ള ആ ഒരു റിത്തം എന്തായാലും ഇവിടുത്തെ ഉസ്താദുമാരോടുന്ന ശൈലിയല്ല. ഞാൻ നാടൻ രീതിയിൽ പറയാം.
അത് കാസറ്റ് വെച്ചിട്ടോ ഡിജിറ്റൽ സിസ്റ്റം വെച്ചിട്ടോ ഇന്റർനാഷണൽ കാര്യങ്ങളുടെ ഖിറാഅത്ത് അവൻ്റെ ഹൃദയത്തിലേക്ക് ചേക്കേറി അങ്ങനെ അവൻ ഇവിടെ വന്ന് ഓതിയതാണ്. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ അങ്ങനെ പ്രിപ്പയർഡ് ആക്കിക്കൂടാ? നമുക്ക് കുട്ടികൾക്ക് ഗാനത്തിനേക്കാളും അതിനേക്കാളും ഒക്കെ അപ്പുറത്ത് ഖുർആന്റെ റിത്തത്തിനെ പരിചയപ്പെടുത്തി കൊടുത്താൽ എത്ര മനോഹരമായിരിക്കും. അങ്ങനെ ഖുർആൻ പഠിക്കുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികൾ വളരട്ടെ. അതാണ് എൻ്റെ ബേസ്. നിങ്ങളിങ്ങനെ ലോകത്തിൻ്റെ കുറേ പ്രശ്നങ്ങൾ, ടെക്നോളജി ആ പ്രശ്നം, അതേമാതിരി തന്നെ പെട്ടെന്ന് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. എന്താ കാര്യം? ഇമോഷണൽ ബാലൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. ചെറിയ കാര്യം പറയുമ്പോഴേക്ക് തന്നെ ഓടുകയാണ്. നിങ്ങളുടെ ഈ പ്രദേശത്തും ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. എനിക്കറിയാവുന്ന 1-2 ഈ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്താണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തിനെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യം കുട്ടികൾ പോയിട്ട് തൂങ്ങി മരിക്കാൻ പോവുക. എന്തുകൊണ്ട്? കാരണം കുട്ടികൾക്ക് ഫേം ഇട്ടിയില്ല, കുട്ടികൾക്ക് അസ്ഡസ്നെസ്സിനില്ല, എന്ന് തന്നെ ഉറച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ആ ഉറച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി കൊടുക്കുന്നത് ആരാന്നറിയോ? മാതാപിതാക്കളല്ല. മാതാപിതാക്കൾ ആകെ ചെയ്യേണ്ടതൊരു ഗൈഡൻസ് ആണ്. നമുക്കൊരു ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. നമുക്ക് മാതാപിതാക്കൾക്ക് മക്കളെ ഗൈഡ് ചെയ്യാന്നല്ലാതെ നമ്മൾ വിചാരിച്ച വരയിലേക്കൊന്നും കുട്ടികൾ എത്തില്ല. നേരെ മറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അള്ളാഹുവിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കലാണ്. അങ്ങനെ നമ്മളെ വിളിച്ചുണർത്തുന്ന നമ്മളെ മക്കളെ വാർത്തെടുക്കലാണ്. നമുക്ക് ഗൈഡൻസ് തരുന്ന മക്കളായി നമ്മളെ മാറ്റിയെടുക്കലാണ്. ഇതേപോലെ തന്നെ ഖുർആൻ വെറും ഹിഫ്ലായി പഠിച്ചു കൊണ്ടുപോകേണ്ട ഒന്ന് മാത്രമല്ല, അതിൻ്റെ ആഴമേറിയ അർത്ഥങ്ങളിലേക്ക് പോകണം. ഞാൻ ഇന്ന് രാവിലെയും ഇന്ന ആയത്തനാക്കൽ കൗസറിൻ്റെ അർത്ഥമാണ് നോക്കിയത്. അപ്പം തഫ്സീറിലേക്ക് പോകുന്ന സമയത്ത് സാധാരണ അതിന് പറയുന്നത്, അപ്പം അതിൻ്റെ വിശദീകരണങ്ങൾ ഒരുപാടാണ്. സംഭവം നമുക്ക് 3 ആയത്തേ ഉള്ളൂ. അതിൽ അത്ഭുതകരമായി ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്കറിയായിരിക്കാം ഒരു പക്ഷേ. ഒന്ന്, അത് ആകെ 3 ആയത്താണ്. പക്ഷെ ആ ആയത്തിലെല്ലാം 10 അക്ഷരങ്ങളേ ഉള്ളൂ. ആവർത്തിച്ചു വരാതെ നിങ്ങൾ നോക്കിയാൽ എല്ലാ ആയത്തിലും 10 അക്ഷരങ്ങളേ ഉള്ളൂ. ഇന്ന ആയത്തേനാക്കൽ കൗസർ, നൂന് ആവർത്തിച്ചു വന്നാൽ നിങ്ങളത് എണ്ണരുത്, അത് ഒന്നായിട്ട് എണ്ണാവൂ. ആവർത്തിച്ചു വരാതെ എണ്ണിക്കഴിഞ്ഞാൽ 10 അക്ഷരം, അടുത്തതിലും 10 അക്ഷരം, പിന്നത്തിലും 10 അക്ഷരം പോരാ. അതെല്ലാം അവസാനിക്കുന്നത് റായിൽ. വേണമെങ്കിൽ ലോജിക്കലി നമുക്ക് സംസാരിക്കാം. റായിൽ. ഇതൊക്കെ ഇന്നത്തെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയാം. ഇവിടെ പഠിപ്പിക്കുന്നുണ്ടാവും ഇതൊക്കെ. റായിൽ അവസാനിക്കുന്നത് ഇന്ന ആയതൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. റായിലാണ്. റാ എന്ന ലെറ്റർ നിങ്ങൾ എടുത്തു നോക്ക്. അറബിക് അക്ഷരമാലയിലെ 10ാമത്തെ ലെറ്ററാണ്. ഇങ്ങനെ ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, കുട്ടികൾക്ക് ലോജിക്കലി ഈ സാധനങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ലോജിക്കലി എന്താണ് ടൈമിനെ കുറിച്ച് നമ്മുടെ കുട്ടികൾ പഠിക്കണം. അതിനവർ ഫിസിക്സ് പഠിക്കണം. ടൈമും സ്പേസും എന്താണ്? ഈ ലോകം വിട്ടാൽ ടൈമും സ്പേസും ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഉയർത്തിയിട്ട് 33ാമത്തെ വയസ്സിലാണെങ്കിൽ വീണ്ടും തിരിച്ചു വരുമ്പോൾ അതേ 33 വയസ്സെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ടൈമും സ്പേസും ഉള്ളിടത്ത് മാത്രമേ ആയുസ് അധികരിക്കൂ എന്ന ഫിലോസഫി കൊണ്ട്. എന്താണ് സ്ട്രെങ്ത്? എന്താണ് ഈ പറയുന്ന കപ്പാസിറ്റി? എന്താണ് ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ യൂണിവേഴ്സൽ ട്രൂത്ത്? ആ യൂണിവേഴ്സ് എന്ന് പറയുന്നതിന്റെ പിന്നാമ്പുറത്ത് എന്ത്? അതിലുള്ള എനർജി എന്ത്? ആ എനർജി എന്തുകൊണ്ട് അതിന്റെ അകത്തല്ല, എന്തുകൊണ്ട് അതിന്റെ പുറത്തുള്ള ഫോഴ്സ് എന്തുകൊണ്ട് പുറത്തു നിൽക്കുന്നു? പുറത്തുള്ളത് പ്രപഞ്ചത്തിന്റെ പുറത്താണെങ്കിൽ പിന്നെ പ്രപഞ്ചം എന്ത്? അപ്പൊ പ്രപഞ്ചത്തിന്റെ പുറത്തുള്ള ആൾ ആര്? ആ ശക്തി ഏത്? ആ ഒരു ശക്തിയുടെ പേരാണ് അല്ലാഹ് എന്ന് നമ്മൾ പറയുന്നതെങ്കിൽ ആ അല്ലാഹുവിനെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതൊരു എനർജി മാത്രമാണെന്ന് പറയല്ലേ. എനർജിയാണ് പ്രപഞ്ചത്തെ കൊണ്ടുപോകുന്നത് എന്ന് സയൻസ് പറയുമ്പോൾ ഹു ഈസ് ദാറ്റ് എനർജി? ആ എനർജി ആരാണെന്ന് തിരിച്ച് നമ്മുടെ കുട്ടികളോട് ചോദിക്കുക. ആ എനർജിയുടെ പേരാണ് നമ്മൾ വിളിക്കുന്ന അല്ലാഹ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മതല നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയ്യു യുഖദു മിൻ ശജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ യകാദു സൈതുഹാ യുളീഉ വലൗ ലം തംസസ്ഹു നാർ നൂറുൻ അലാ നൂർ യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. എന്താണ് പ്രകാശം? എന്താണ് പ്രകാശത്തിന്റെ ധാവല്യം? എന്താണ് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരുടെ അവസ്ഥ? ആ പ്രകാശം പോലും നിഷ്പ്രഭമായി പോകുന്നത് എവിടെയാണ്? ആ നിഷ്പ്രഭമാകുന്ന പ്രകാശത്തിന്റെ അപ്പുറത്തേക്ക് നൂറുൻ അലാ നൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നൂർ യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. ഞാൻ ഉദ്ദേശിച്ചവരെ ആ പ്രകാശത്തിലേക്ക് നയിക്കുമെന്ന് പറയുന്ന ഉദ്ദേശം എന്താണ്? അതിന് നമ്മൾ എടുക്കേണ്ടുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? നമ്മുടെ കുട്ടികളെ വെച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ കാണുമ്പോൾ, തൗഹീദിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ, അല്ലാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന് അവിടെ മലക്കുകളെ പോലെ മാറ്റിവെച്ച ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ മാറി നിൽക്ക് ജിബ്രീൽ, നിങ്ങളും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. പിന്നെ ആരിലേക്കാണ് നമുക്ക് തിരിയണ്ടേ? മനുഷ്യരിലേക്ക് നമുക്ക് തിരിയണ്ട, ജിന്നുകളിലേക്ക് നമുക്ക് തിരിയണ്ട, മലക്കുകളിലേക്കും തിരിയണ്ട,
കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്കാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഇതാണ് അല്ലാഹ്. ഈ അല്ലാഹുവിന്റെ മുമ്പിൽ ആരും ഒന്നുമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനതായ ശൈലിയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടുമുട്ടിയത് വിശുദ്ധ ഖുർആനിലുണ്ട്. ആ സമയത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എൻ്റെ അല്ലാഹുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന്. തഫ്സീർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 600 ചിറകുകളും കുടഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഞാൻ എങ്ങാനും എൻ്റെ അല്ലാഹുവിൻ്റെ പ്രകാശത്തിലേക്ക് അടുക്കാൻ ശ്രമിച്ചാൽ ഐ വിൽ ബേൺ, ഞാൻ കരിഞ്ഞില്ലാതെയായി പോകുമെന്നാണ്. ഇത്രയും ഭീമാകാരമായ മാലാഖമാര് പോലും പേടിച്ചരണ്ട് നിൽക്കുന്ന എൻ്റെ അല്ലാഹ്, ഈ സർവാധിപതിയും സമഗ്രാധിപതിയും സർവാധിപതിയും സർവദീശത്വത്തിന്റെയും ഉടമസ്ഥനായ അല്ലാഹ്, ആ അല്ലാഹുവിനെയാണ് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ കുട്ടികളുടെ ഉള്ളിലേക്ക് ഇറക്കേണ്ടത്. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നു വരുമ്പോൾ, മൊബൈലിന്റെ ലോകങ്ങൾ കടന്നു വരുമ്പോൾ, ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മായയും മീയയുമായി പെൺകുട്ടികൾ ഇവിടെ വന്നിട്ട് സെർവ് ചെയ്യുമ്പോൾ, അങ്ങനെയൊക്കെ ലോകങ്ങൾ കടന്നു പോകുമ്പോഴും സുജൂദിൽ കിടന്നുകൊണ്ട് ഏകഛത്രാധിപതിയുടെ മുമ്പിൽ വീഴുന്ന ഒരു കുട്ടിയെ വാർത്തെടുക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ, ആ തൗഹീദിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ, ആദ്യം വിഗ്രഹങ്ങളിൽ നിന്ന് മോചനം നൽകിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ വസ്തുക്കളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, ശക്തികളിൽ നിന്ന്, അവസ്ഥകളിൽ നിന്ന്, ഈ അവസ്ഥ തനിക്ക് എതിരാണ് എന്നറിയാം, പക്ഷെ അവസ്ഥയല്ല എൻ്റെ റബ്ബെന്നറിയാം. ഈ അവസ്ഥയെ സൃഷ്ടിച്ചത് അല്ലാഹു ആണെന്നറിയാം. തീ എന്ന് പറഞ്ഞാൽ കരിക്കുന്നതാണെന്നറിയാം, പക്ഷെ ഈ തീ കരിക്കുന്നതാണെങ്കിലും എൻ്റെ അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണെന്നറിയാം. അതുകൊണ്ട് ഇബ്രാഹിം, ചാടല്ല ഇബ്രാഹിം, അത് തീയാണെന്ന് ബുദ്ധി വിളിച്ചു പറഞ്ഞു. ചാട് ഇബ്രാഹിം, അത് അല്ലാഹുവിൻ്റെ വെറും ഒരു സൃഷ്ടിയാണെന്ന് ആത്മാവും വിളിച്ചു പറഞ്ഞു എന്ന് അല്ലാമ ഇക്ബാൽ കവിത എഴുതിയതുപോലെ, ആ ചാട്ടത്തിൽ സ്വന്തം ചാടിയതല്ലെങ്കിൽ പോലും, എടുത്തെറിഞ്ഞതാണെങ്കിൽ പോലും, അതിനു മുമ്പേ വന്ന മുഖറബായ മലക്ക് വന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നതാണ്. സാക്ഷാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ ഇൻവിസിബിളായി, വിസിബിളായി. ആർക്ക്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. ഇൻവിസിബിളായി ആർക്കെന്നറിയോ? മറ്റുള്ളവർക്ക്, അഥവാ കാണാത്ത രൂപത്തിലാണ്. മറ്റുള്ളവർ കാണുന്നില്ല, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കാണുന്നു. ആ രംഗം വെറുതെ ഒന്ന് തസവ്വുറാക്കി നോക്കിയാട്ടെ, വ്യക്തികളൊന്നും തസവ്വുറാക്കണ്ട. ഇത്രയും ഭീമാകാരമായ മലക്കിനോട് മാറി നിൽക്കൻ ഇബ്രാഹിം, നിങ്ങളും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, എനിക്ക് നിങ്ങളും വേണ്ട, എനിക്ക് ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, എനിക്ക് എൻ്റെ അല്ലാഹു മാത്രം മതി, എനിക്ക് എൻ്റെ അല്ലാഹു മാത്രം മതി. ഉടനെ തന്നെ പ്രഖ്യാപിക്കുന്നു, ഖുൽനാ യാ നാറു കുനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. നാം പറഞ്ഞ സന്ദർഭം വേറെടുത്തെല്ലാം മലക്കുകൾ വരുന്നത് കാണാം. തശ്രീഖി ഔഖാത്ത്, തക്വീനി ഔഖാത്ത്, അതൊക്കെ നിങ്ങൾ വേറെ പഠിച്ചോ. മലക്കുകൾ വരുന്ന സന്ദർഭം, വരാത്ത സന്ദർഭം എന്തൊക്കെയാണെന്ന്. ആ സമയത്ത് അല്ലാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ തീയിനോട് പറഞ്ഞ സന്ദർഭം ഖുൽനാ, നാം പറഞ്ഞു എന്നാണ്. അല്ലാഹ് നേരിട്ട് പറയാണ്, ബദറിൽ പോലും ഞാൻ 3000 മലക്കുകളെ ഇറക്കി എന്ന്, 5000 ആക്കുമായിരുന്നേനെ എന്നൊക്കെ പറഞ്ഞ അല്ലാഹു ഇവിടെ പറയുന്നത് സ്വന്തത്തെ കുറിച്ചാണ്. ഖുൽനാ, നാം പറഞ്ഞു, യാ നാറിയേ തീയേ, കൂനി നീ ആയിത്തീരുക, ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തണുപ്പും രക്ഷയുമായി തീരുക എൻ്റെ ഇബ്രാഹിമിൻ്റെ പേരിലെന്ന്. അന്ന് മുതലാണ് ഖലീൽ, പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ആരെയും വേണ്ടാത്ത കൂട്ടുകാരൻ, എനിക്ക് എൻ്റെ അല്ലാഹു മാത്രം മതി, ശക്തികൾ വേണ്ട, വ്യക്തികൾ വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ അല്ലാഹു മതി, സർവദീശത്വത്തിൻ്റെയും ഉടമസ്ഥൻ മതി, സർവാധിപതിയും സമഗ്രാധിപതിയും മതി. ഈ ഒരവസ്ഥയിലേക്ക് നമ്മളെ മക്കളെ കൊണ്ടെത്തിക്കണം. സയൻസിൻ്റെ ലോകത്തിലേക്ക് കയറുമ്പോൾ ഫിസിക്സ് പഠിച്ച് 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 അതിൻ്റെ എക്സ്ട്രീമിൽ അവൻ അല്ലാഹുവിനെ കാണട്ടെ. ബയോളജിയുടെ അങ്ങേയറ്റത്തേക്ക് പോയി അവൻ അപ്പുറത്തേക്ക് എത്തുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് അവൻ്റെ സർവാധിപനായ അല്ലാഹുവിനെ കാണട്ടെ. അവൻ വേറെ എവിടെയെങ്കിലും പോയി IIT-യിൽ പോയി PhD കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെ അങ്ങേ തലക്കിലേക്ക് പോകുമ്പോൾ ഈ യൂണിവേഴ്സിനെ മൊത്തത്തിൽ ഡിഫൈൻ ചെയ്ത യഥാർത്ഥ ആർക്കിടെക്റ്റിനെ, യഥാർത്ഥ എഞ്ചിനീയറെ അവൻ കണ്ടെത്തട്ടെ. ഇങ്ങനെ ഓരോ ഫിലോസഫിയും പഠിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് അവൻ എത്തട്ടെ. അതിന് നമ്മൾ ഓരോ മാതാക്കളും ഓരോ പിതാക്കളും നമ്മുടെ കുട്ടികളെ അങ്ങനെ വളർത്താൻ തീരുമാനിക്കണം. അൽ ഫുർഖാൻ എന്ന് പറയുന്ന ഈ ക്യാമ്പസിൽ ഖുർആന്റെ പഠനങ്ങൾ നടക്കുമ്പോൾ, ആഴമേറിയ ചർച്ചകൾ നടക്കുമ്പോൾ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫുർഖാനി എന്നുള്ള ബിരുദം കൊടുത്തിട്ട് ഇവിടുന്ന് വിടുമ്പോൾ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഭൗതിക പഠനമാണോ, ഇംഗ്ലീഷ് മീഡിയം പഠിക്കട്ടെ. അങ്ങനെ കുട്ടികൾ ഉയർന്നു പോയി ലോകത്തിൽ എന്തൊക്കെ താളങ്ങളും അവതാളങ്ങളും വന്നാലും, ഏത് ശ്രുതികളും അപശ്രുതികളും വന്നാലും, അതിൽ നിന്നെല്ലാം ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് അല്ലാഹുവിനെ ഹൃദയത്തിൽ ചേർക്കുന്ന ഒരു കുഞ്ഞായി നമ്മുടെ കുഞ്ഞു മാറട്ടെ. അങ്ങനെയുള്ള പാരന്റിംഗ് ആയി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ. അതിൻ്റെ സ്റ്റെപ്പുകൾ വിശദീകരിക്കാനുള്ള സമയമല്ലാത്തത് കൊണ്ട് ഈ ഒറ്റക്കാര്യം പറയുന്നു, തൗഹീദിൽ ഊന്നിക്കൊണ്ട് ജീവിക്കുക. അതിൽ അല്ലാഹുവിനെ വെറും ചർച്ചയാക്കാതെ അനുഭവവേദ്യമാക്കുക.
എന്ന് വെച്ചാൽ ഇവിടെ ഒരു വേദന വരുന്ന സമയത്ത്, ആ വേദന വെക്കുന്ന ആ സമയത്ത് നിങ്ങൾ ആശുപത്രിയിൽ പോയിക്കോ, മെഡിസിൻ കഴിച്ചോ. പക്ഷെ അതിനു മുമ്പേ ജസ്റ്റ് കൈയൊന്ന് വെച്ചിട്ട് അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് വശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ എന്ന് പറയുന്ന ആ നിമിഷം തന്നെ അള്ളാഹുവിൻ്റെ ദാത്തിൽ നിന്നും ഷിഫ എന്ന് പറയുന്ന, ഷാഫി എന്ന് പറയുന്ന സിഫത്തിനെ എടുത്ത് അത് പിന്നീട് ഇന്ദ്രജാലം പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവൻ എന്താക്കി, അസ്മാഇനെ കൊണ്ടുവന്ന് അഫ്ആലാക്കി, പ്രവൃത്തിയാക്കി, ആഥാറാക്കി, റിഫ്ലക്ഷനായി നമ്മുടെ ജീവിതത്തിൽ ഉടനെ വേദന പോകുന്നൊരവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥ കാണിച്ചു തരുമ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ പേരാണ് ഹു അല്ലാഹ്, അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഉയരങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികൾ ആപ്പതിക്കുമ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, എൻ്റെ കൂട്ടുകാരത് കണ്ടു നിന്നിട്ടുണ്ട്. അഥവാ വലിയ ഡാമിൻ്റെ മുകളിൽ നിന്ന് സ്റ്റെപ്പ് തെറ്റിയിട്ട് എൻ്റെ പൊന്നുമോൾ, എനിക്കാകെ ഒറ്റ മോളേ ഉള്ളൂ, ആ മോള് താഴോട്ട് വരുമ്പോൾ അല്ലാഹ് എന്ന് അലറി വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതൊരു വെറുതെ വിളിയല്ലായിരുന്നു, ഒറ്റ മോള് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു അവസ്ഥ. ആ സമയത്ത് ഒരു പോറലുമേൽക്കാതെ, ആവർത്തിച്ചു പറയുന്ന പോറലുമേൽക്കാതെ, ഇത് ഞാനും എൻ്റെ മോളും മാത്രമല്ല, കണ്ടു നിന്ന ഒരുപാട് ആളുകളുണ്ട്. ഉയരങ്ങളിൽ നിന്ന് വന്നിട്ട് അങ്ങനെ ആകുമ്പോൾ ഉറപ്പാണ് ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ ഭീമാകാരമായ അപകടങ്ങൾ. പക്ഷേ തിരിഞ്ഞും മറിഞ്ഞും നോക്കിയിട്ടും ഒരു പോറലുമില്ലാതെ കാത്തൊരു അല്ലാഹു ഉണ്ട്. അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട അല്ലാഹ്, ആ തൗഹീദിനെയായിരിക്കണം ഈ സമ്മേളനത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നവരാണ്, അതനുസരിച്ച് ജീവിക്കുന്നവരാണ്. ഇനിയും അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ AI പോലും ആ കാണുന്ന 2000 IQ ലെവലും കടന്ന് 155 IQ ഉള്ള മനുഷ്യനെയും വലിയ 2000 IQ ഉള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ട് 2030 ഇറങ്ങാൻ പോകുന്ന ആ 2000 IQ ഉള്ള ആ ഒരു യന്ത്രം പോലും നമ്മുടെ മുമ്പിൽ നമിച്ചു പോകുന്ന ഒരു തിരിച്ചുള്ള റിവേഴ്സ് മെത്തഡോളജിയിലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോകണം. കാരണം അവർക്ക് ഇമോഷൻ ഇല്ല, നമുക്ക് ഇമോഷൻ ഉണ്ട്. അത് ക്രിയേറ്റീവാണ്, മനുഷ്യൻ സൃഷ്ടിച്ചതാണ്, അള്ളാഹു സൃഷ്ടിച്ചത് നമ്മളെയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ ഒരു സൃഷ്ടിപരതയിലേക്ക് ഒരാൾക്കും എത്താൻ കഴിയില്ല. അത് അനുസ്യൂതം തുടർന്നു കൊണ്ടേയിരിക്കും, അള്ളാഹുവിൻ്റെ സഹായവും തുടർന്നു കൊണ്ടേയിരിക്കും. ആ ഒരു പാരന്റിങ് നമ്മൾ കൊടുത്തേ പറ്റൂ. ആധുനിക ലോകത്തെക്കുറിച്ച് മറന്നേക്കുക. എന്തൊക്കെയോ ചളിക്കൂമ്പാരങ്ങളും നല്ലതും ചീത്തയൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോഴെല്ലാം നമ്മുടെ ആശ്വാസം ഏകനായ അള്ളാഹു മാത്രമാണ്. അത് ഈ സമ്മേളന നഗരിൽ നിന്ന് എടുത്തുപോയി. അതോടൊപ്പം ഗൈഡ് ഒരാൾ മാത്രം, വേറെ ഗൈഡുമാരോ വേറെ കുറെ കാര്യങ്ങളോ നമുക്കറിയില്ല. എല്ലാവരെയും നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ഒരേ ഒരു ഗൈഡ് മാത്രം ഈ ലോകത്തിന് നമുക്ക്, അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിലോസഫി അത് അള്ളാഹു കൊടുത്തുവിട്ടത്, കൊണ്ടുവന്നത് ജിബ്രീൽ മാലാഖ, അതോടൊപ്പം അത് ഏറ്റെടുത്തതും നമുക്ക് വേണ്ടി സന്നിവേശിപ്പിച്ചതും ഒരേ ഒരാൾ. വേറെ there is no another model. ഒരിക്കലും നമുക്ക് വേറൊരു മോഡലില്ല. ആ മൗലയും ഈ മുല്ലയും ആ പ്രസ്ഥാനവും ഈ പ്രസ്ഥാനവും ഇതൊന്നും നമുക്കൊരു മോഡലേ അല്ല. നമുക്കൊരേ ഒരു മോഡൽ, അത് അള്ളാഹുവിൻ്റെ റസൂല് മാത്രമാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരവസ്ഥയിൽ നമ്മുടെ കുട്ടികളെ വളർത്തണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അധികം സമയമെടുത്തെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.